നമസ്കാരം, ഞാൻ പ്രദീപ് മുക്കത്തല. 10ാം തരം പ്രാഥമിക പരീക്ഷ വരുന്ന ഡിസംബർ 28 എന്നറിയാം. 1ാം ഘട്ടക്കാരെ ധൈര്യമായിട്ട് പോയിട്ട് വരിക. എല്ലാവിധ ആശംസകളും ആദ്യമേ തരികയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുവിധമൊക്കെ പഠിച്ചതൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റിവിഷൻ മാക്സിമം നടത്തുക കേട്ടോ. റിവിഷൻ വലിയ ബുദ്ധിമുട്ടുകൾ വരാത്ത ഒരു ചോദ്യമായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഒഴിവാക്കുക. നെഗറ്റീവ് കൂടുതൽ വരുത്താതെ, കൂടുതൽ എന്തായാലും വരും നെഗറ്റീവ്, കൂടുതൽ വരുത്താതെ ശ്രദ്ധിച്ചോണം. ഓരോന്നും പതുക്കെ ക്വസ്റ്റ്യൻ വായിച്ച് ശ്രദ്ധിച്ച് എഴുതുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്ത് പഠിക്കണേ. കഴിഞ്ഞ LDCക്ക് ചോദിച്ചതും LGSന് ചോദിച്ച ചോദ്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുകളോ ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഖാദി ബോർഡിന് ചോദിച്ചില്ലേ, ഖാദി ബോർഡിന് ചോദിച്ചതും LDC ഇത്രയും ജില്ലകളിൽ ചോദിച്ചത്, LGS അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ആവും നിങ്ങൾക്ക് കേട്ടോ. പിന്നെ മെയിൻ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്ക്. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പക്ഷെ ശ്രദ്ധിച്ചെഴുതുക. കാരണം നിങ്ങൾക്ക് കുറെ പേർക്ക് പ്രതീക്ഷകൾ, ഇത് എത്ര പരീക്ഷകളല്ലേ, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ സെക്രട്ടറിയേറ്റ് ഉണ്ട്, സ്റ്റോർ കീപ്പർ ഉണ്ട്, അങ്ങനെ കുറെ അധികം പരീക്ഷകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിലാണല്ലോ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം ചിലപ്പം ചിലവർക്ക് കഴിഞ്ഞ LDCയിൽ അബദ്ധം പറ്റി കാണും. അതുപോലെ ഇതിലങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാം, ഇതിലങ്ങ് കയറിയാൽ പ്രിലിംസ് അങ്ങ് പാസ്സായാൽ മെയിന് വേണ്ടി നല്ലോണം അങ്ങ് ഇരിക്കാമല്ലോ എന്ന്. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും പഠിക്കുന്ന ടോപ്പിക്കാണ് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത്. കാരണം എല്ലാവരും പഠിച്ചു തീർത്തു അല്ലേ. ഭരണഘടനയായാലും ജോഗ്രഫി ആയാലും LDCക്ക് പഠിച്ചു, LGSന് പഠിച്ചു, ഡിഗ്രി ലെവലിന് പഠിച്ചു, അങ്ങനെ അപ്പൊ അത് തന്നെ അപ്പം വീണ്ടും വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ കോൺഫിഡൻസ് ആക്കുക, ആത്മവിശ്വാസത്തോടെ കൂടി പോവാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് പോയി തെറ്റുകൾ വരുത്താതിരിക്കുക കേട്ടോ. സ്കൂൾ ടെസ്റ്റ് നല്ലോണം നോക്കണേ. 10ാം ക്ലാസ്സിലെയും 8, 9, 10 നല്ല രീതിയിലുള്ള പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കണം. +2 ചാപ്റ്ററിലെ ഭരണഘടനയും ജോഗ്രഫിയും പറ്റുവാണെങ്കിൽ ഒന്ന് റിവിഷൻ നടത്തിയേക്കണം. മെയിൻറ്റെയിൻ ചെയ്തു. കാരണം സ്റ്റേറ്റ്മെന്റിൽ തെറ്റിക്കാതിരിക്കുക. നിങ്ങൾ പഠിച്ചതൊക്കെ വരുത്തുള്ളൂ. 4 സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞുകൂടാ, 1ഉം 2ഉം ആണെങ്കിലും നിങ്ങൾക്ക് ആ ഓപ്ഷൻ നോക്കി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും എന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ. ആനുകാലികവും സയൻസിനും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക ഇനിയുള്ള ദിവസം. കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ആനുകാലികവും സയൻസിലും മാർക്ക് പോവാതെ ശ്രദ്ധിക്കുക. കാരണം സയൻസ് ഒക്കെ ചിലപ്പം നമ്മൾ ബേസിക് സയൻസുകൾ മാത്രം പഠിച്ചിട്ട് പോകുന്നവരാണ്. കാരണം രോഗങ്ങൾ, രോഗകാരികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആവർത്തന പട്ടിക, അത് മാത്രമല്ലാതെ ചെറുകുടല്, വൻകുടല്, ഗ്രന്ഥികളെ കുറിച്ച്, അതുപോലെ ആവർത്തന പട്ടികയിൽ ഡീപ്പായിട്ടുള്ള സംക്രമണ മൂലകങ്ങളും അലസവാതകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. കിട്ടൂടെ മാക്സിമം. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട് കുറേ പേർക്കൊക്കെ രക്ഷപ്പെട്ട് പോകണേന്ന്. കാരണം നമുക്കറിയാം PSC പതുക്കെയാ പോകുന്നതെന്ന് അറിയാം. കുറച്ച് പേർക്കേ കിട്ടുന്നുള്ളൂ, ഒത്തിരി പേർക്ക് വിഷമങ്ങളുണ്ട്. എത്ര നാള് ഓരോരുത്തരുടെയും സ്പന്ദനങ്ങൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അധ്യാപകൻ എന്ന നിലയിൽ പ്രാർത്ഥിക്കാനോ ആശംസിക്കാനേ പറ്റുള്ളൂ. നിങ്ങളാണ് കോൺഫിഡൻസ് ആക്കേണ്ടതും ഇതുവരെ ട്രെൻഡിങ്ങിൽ ഇറങ്ങേണ്ടത്. കൊച്ചുകുട്ടികളല്ലല്ലോ, 9ലും 10ലോ +2ലോ ഒന്നും അല്ല നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ഓരോ പ്രാവശ്യവും മാറ്റി മാറ്റി വരാൻ ശ്രമിക്കുക. എപ്പോഴും വീടുകളിൽ അങ്ങ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങ് മനസ്സങ്ങ് മരവിച്ചിരിക്കുകയായിരിക്കും. മടുപ്പ് തോന്നിക്കാണും അല്ലെ. എത്ര നാൾ ഇനി എന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നില്ലേ, ഇതിലെങ്കിലും നേടാം എന്ന രീതിയിൽ പോവുകയല്ലേ. അതാ എനിക്കും പറയാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞേരെ. എന്ത് ചെയ്യാൻ പറ്റും? അതാ എനിക്ക് ചോദ്യം കേട്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാ, മുമ്പിലേക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ധൈര്യമായിട്ടിരിക്കും. ഒത്തിരി വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. ഒരു ജോലി കിട്ടുന്നത് വരെ അതെല്ലാം സഹിച്ചേ പറ്റൂ. അതെല്ലാം സഹിച്ച്. പിന്നെ ഒട്ടും പറ്റാത്തവര് ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് കളഞ്ഞിട്ട് പോ. ഇതേ പറയാറുള്ളൂ. വേറെ വല്ല പ്രൈവറ്റ് ജോലിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കോ പോ. ഒട്ടും പറ്റാത്തവർ, കാരണം എനിക്ക് മെനക്കെടാൻ വയ്യ സാറേ, എനിക്ക് ഒന്നും തലയിൽ നിൽക്കുന്നില്ല, എനിക്ക് കിട്ടുമോ, അങ്ങനെയുള്ള രീതിയാണെങ്കിൽ എന്തിനാ വർഷങ്ങൾ കളയുന്നത്? ആ സമയം കൊണ്ട് നല്ല പ്രൈവറ്റ് ജോലിയിൽ കയറി സേവിങ് നടത്തും. ബാക്കിയുള്ളവരോട് പറയുകയാണ്, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ലെവൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. പിന്നെ ഈ ലെവൽ വരിക എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ പഠിക്കുന്നവർക്കൊന്നും അല്ല. ചിലവർ ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടുമോ, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെയായിരുന്നു, +2 ഇങ്ങനെയായിരുന്നു, അങ്ങനെയൊന്നും അല്ല. 10 പഠിത്തം വേറെ, +2 പഠിത്തം വരെ, PSC പഠിത്തം വേറെ തന്നെ. അതിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പം PSC 10ഉം +2ലും ഒന്നും വലിയ പഠിത്തം ഇല്ലാത്തവനായിരിക്കും, ജസ്റ്റ് പാസ്സുകാരനൊക്കെ ആയിരിക്കും. ജനറൽ ആയിട്ട് പഠിക്കുമ്പോൾ ഹെവി ആയിട്ട് അങ്ങ് പോകുന്നത് അവരൊക്കെ തന്നെ ആയിരിക്കും ആദ്യമേ ലിസ്റ്റ് വരുന്നത്. ഹൈ റാങ്കോട് കൂടി 1ാം റാങ്കും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചവർ അവിടെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സാധാ പഠിച്ചവരൊക്കെ ചിലപ്പം പെട്ടെന്ന് ജോലി കയറും. ചിലപ്പോൾ അല്ല, ഒരുവിധം അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പകുതിയോളം പേരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ 10, +2ന്റെ പഠനവുമായിട്ട് ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്തത്. നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് പ്രതീക്ഷയോടുകൂടി അവരുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഉണ്ടെങ്കിൽ മുമ്പിൽ പരീക്ഷകളുണ്ട്. പിന്നെ ഫോഴ്സ് പരീക്ഷകളൊക്കെ വരുന്നില്ലേ, അതൊക്കെ പ്രതീക്ഷയോടുകൂടി തുടങ്ങാം. പിന്നെ തുടക്കക്കാരോട് പറയുകയാണ്, മറ്റുള്ളവരെ നോക്കി താരതമ്യം ചെയ്യരുത്. വർഷങ്ങളായ
അവർ പഠിക്കുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾക്കൊക്കെ കിട്ടുമോ, ഇങ്ങനെയാണോ എന്നൊന്നും ചിന്തിക്കരുത്. ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. നമ്മളെ പോലുള്ളവർ തന്നെയാണ് ഈ ലിസ്റ്റിൽ വരുന്നത് അല്ലെ. കുറച്ചുപേര് ലിസ്റ്റിൽ വരുന്നെങ്കിൽ നിങ്ങളെ പോലെ ആഗ്രഹിച്ചിട്ടല്ലേ, അതൊരു ഭാഗ്യമല്ലേ, ഭാഗ്യം. പിന്നെ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറയുന്നവർ കുറെ പേരുണ്ട്. എന്റെ വിധിയാണ് സാറേ, ഞാൻ എഴുതാൻ പോകുന്ന എല്ലാ പാടുള്ളതാ, വേറെ പരീക്ഷ ഇടുന്നത് വേറെ കട്ടക്കാർക്കൊക്കെ എളുപ്പമാണ്, ഇങ്ങനെ പറയുന്നവരൊന്ന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്തോ നിങ്ങൾക്ക് വിഷമം, നിങ്ങൾ ഒരാഴ്ചത്തോളം നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും വിഷമിച്ചിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിൽ പഠിക്കുക. മാക്സിമം പരീക്ഷയുടെ തലേ ദിവസം വരെ നല്ല രീതിയിൽ ടോപ്പിക്ക് കവർ ചെയ്യുക. കണ്ട, വിശ്വസിച്ച് സന്തോഷത്തോടെ എല്ലാ ദിവസവും എഴുന്നേറ്റിരുന്ന് അങ്ങ് പഠിച്ചു നോക്കുക, ടോപ്പിക്ക് കവർ ചെയ്യുക, റിവിഷൻ നടത്തുക, ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട്. ഞാൻ കൂടുതൽ പോകുന്നില്ല, നമുക്ക് തിരിച്ചു വരാം. ഇന്ന് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. റിവിഷൻ ആണല്ലോ, പരീക്ഷയുടെ അവസാന സമയങ്ങളിൽ റിവിഷൻ ആണ് അത്യാവശ്യം. അതുകൊണ്ടാണ് ഞാൻ അവസാന സമയം എന്നാൽ പറ്റുന്ന ഒരു റിവിഷൻ ഞാൻ കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലൂടെ വന്ന് റിവിഷൻ കയറി പോകാൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിറ്റികൾച്ചർ എന്തുമായി ബന്ധപ്പെടുന്നു? 10th ലെവലിൽ പല ചോദ്യ പേപ്പർ ഞാൻ നോക്കിയപ്പോഴേ ഇത് കണ്ടിട്ടുണ്ട്. 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഇതിനെക്കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയുണ്ട് കേട്ടോ. വിറ്റികൾച്ചർ എന്തുമായി ബന്ധപ്പെടുന്നു? എന്താണ് വിറ്റികൾച്ചർ? തേനീച്ചയാണോ, മണ്ണിരയാണോ, പച്ചക്കറിയാണോ, മുന്തിരിയാണോ വിറ്റികൾച്ചർ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? മുന്തിരി കൃഷിയാണ് അല്ലെ. വിറ്റികൾച്ചർ ഏതാണ്? മുന്തിരി കൃഷിയാണ് വിറ്റികൾച്ചർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നൊന്ന് പറഞ്ഞു നോക്കാം. ഏതാണ്? ഒലേറി കൾച്ചർ ഏതായിരുന്നു? ഒലേറി പച്ചക്കറി വളർത്തൽ അല്ലെ. പച്ചക്കറി വളർത്തലാണ് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. സെറി കൾച്ചർ ഏതാ? സെറി കൾച്ചർ പട്ടുനൂല്. സെറി കൾച്ചർ ഏതാണ്? പട്ടുനൂലാണ് സെറി കൾച്ചർ. എപ്പി കൾച്ചറോ? തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ. അപ്പൊ വിറ്റികൾച്ചർ മുന്തിരിയാണ് അല്ലെ. അപ്പൊ ഒലേറി പച്ചക്കറി, സെറി കൾച്ചർ പട്ടുനൂല്, വിറ്റികൾച്ചർ മുന്തിരി, എപ്പി കൾച്ചർ തേനീച്ച. വെർമി കൾച്ചർ എന്താ? വെർമി കൾച്ചർ മണ്ണിര കൃഷി അല്ലെ. വെർമി കൾച്ചർ മണ്ണിര. മോറി കൾച്ചർ കേട്ടിട്ടുണ്ടോ? മൾബറി കൃഷി. മോറി കൾച്ചർ ഏതായിരുന്നടെ? മൾബറി കൃഷിയാണ്. സിൽവി കൾച്ചർ എന്താ? സിൽവി കൾച്ചർ വനപരിപാലനവുമായി ബന്ധപ്പെട്ടതാണ് സിൽവി കൾച്ചർ. കൂണി കൾച്ചർ കേട്ടിട്ടില്ലേ? മുയൽ വളർത്തൽ. കൂണി കൾച്ചർ മുയൽ വളർത്തൽ. അപ്പൊ മഷ്റൂം കൾച്ചർ ആണ് കൂൺ വളർത്തൽ. അപ്പൊ കൂണി കൾച്ചർ മുയൽ വളർത്തലാണെങ്കിൽ മഷ്റൂം കൾച്ചർ ഏതായിരുന്നടെ? കൂൺ വളർത്തലാണ്. പിസി കൾച്ചർ എന്താ? പിസി കൾച്ചർ മത്സ്യകൃഷി. പിസി കൾച്ചർ ഏതാണ്? മത്സ്യകൃഷിയാണ് പിസി കൾച്ചർ. മാരി കൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? മാരി കൾച്ചർ കടൽ വിഭവങ്ങൾ, കടൽ സസ്യങ്ങൾ, കടൽ വിഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് മാരി കൾച്ചർ. ആവി കൾച്ചർ കേട്ടിട്ടുണ്ടോ? ഏവി അഥവാ ആവി കൾച്ചർ എന്ന് പറഞ്ഞാൽ ആവി കൾച്ചർ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പക്ഷി വളർത്തലാണ് ആവി കൾച്ചർ. പഴം പച്ചക്കറി വളർത്തലാണ് ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി വളർത്തൽ. പൂക്കൾ കൃഷി ഏതാ? ഫ്ലോറികൾച്ചർ. പൂക്കൾ വളർത്തൽ ഏതാണ്? ഫ്ലോറികൾച്ചർ. ഒരുവിധം എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയട്ടെ, പിസി കൾച്ചർ ഏതാ? മത്സ്യം. സെറി കൾച്ചർ പട്ടുനൂല്. സെറി കൾച്ചർ ഏതാണ്? പട്ടുനൂൽ. മുഗ, ടസർ എന്നിവയൊക്കെ പട്ടുനൂലാണ്. മുഗ, ടസർ എന്നൊക്കെ പറയുന്നത് സങ്കര ഇനം പട്ടുനൂലാണ്. ഓർത്തു വെച്ചിരിക്കണേ. മുഗ ആസാമിലാണ്. മുഗ സിൽക്ക് എവിടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുഗ സിൽക്ക് എവിടാണ്? ആസാമിലാണ്. മുറയുണ്ട് നമുക്കൊരു മുറ. എന്താ മുറ എരുമയാണ് അല്ലെ. മുറ എന്ന് പറയുന്നത് സങ്കര ഇനം എരുമയാണ്. മുറ എന്ന് പറയുന്നത് ജംനാപാരി, തലശ്ശേരി ഇതൊക്കെ എന്താ? അത് സങ്കര ഇനം ആടാണ് അല്ലെ. ജംനാപാരി, തലശ്ശേരിയൊക്കെ ആടാണ്. ഗ്രാമലക്ഷ്മി, അതുല്യ ഇതൊക്കെ കോഴി വർഗമാണ്. ഗ്രാമലക്ഷ്മി, അതുല്യൊക്കെ കോഴി വർഗമാണ്. ഓക്കെ, നമുക്ക് ആ കൾച്ചറുകൾ ഒന്നും കൂടെ ഒന്ന് പറയട്ടെ. ഒലേറി കൾച്ചർ പച്ചക്കറി, സെറി കൾച്ചർ പട്ടുനൂല്, എപ്പി കൾച്ചർ തേനീച്ച, വിറ്റി കൾച്ചർ മുന്തിരി, വെർമി കൾച്ചർ മണ്ണിര, മോറി കൾച്ചർ മൾബറി അല്ലെ. മോറി കൾച്ചർ മൾബറി. സിൽവി കൾച്ചർ വനപരിപാലനം. കൂണി കൾച്ചർ മുയൽ വളർത്തൽ. കൂണി കൾച്ചർ ഏതാണ്? മുയൽ വളർത്തൽ. കൂൺ വളർത്തൽ ഏതാ? മഷ്റൂം കൾച്ചർ. കൂൺ വളർത്തൽ ഏതാണ്? മഷ്റൂം കൾച്ചർ. പിസി കൾച്ചർ ഏതാ? പിസി കൾച്ചർ മത്സ്യകൃഷി. പിസി കൾച്ചർ ഏതാണ്? മത്സ്യകൃഷി. മാരി കൾച്ചർ കടൽ വിഭവങ്ങൾ. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി. ഫ്ലോറി കൾച്ചർ ഏതാണ്? ഫ്ലോറി കൾച്ചർ പൂക്കൾ വളർത്തൽ. ഏവി കൾച്ചർ പക്ഷി വളർത്തൽ. ഏവി കൾച്ചർ പക്ഷി. കേരളത്തിൽ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ് ആരെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ അല്ലെ. പക്ഷി അത് A.O. ഹ്യൂം ആണ് അല്ലെ. A.O. ഹ്യൂം പക്ഷി നിരീക്ഷകനായിട്ടാണ് നമ്മൾ വരുന്നത്. INC-യുടെ സ്ഥാപകനും A.O. ഹ്യൂം ആണ്. INC-യുടെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാലും A.O. ഹ്യൂം ആണ് അല്ലെ. A.O. ഹ്യൂം ആണ് INC-യുടെ ആദ്യത്തെ സെക്രട്ടറിയും A.O. ഹ്യൂം ആണ് നമ്മൾ പറയേണ്ടത്. പിന്നെ സലീം അലിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സലീം അലിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിലെ പക്ഷികൾ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് ദ ഫാളോ സ്പാരോ. അദ്ദേഹത്തിന്റെ ആത്മകഥ, സലീം അലിയുടെ ആത്മകഥയുടെ പേര്. അതുപോലെ സലീം അലിയുടെ പേരിൽ വന്യജീവി സങ്കേത കേന്ദ്രം ഗോവയിലില്ലേ. സലീം അലി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്?
ഗോവയിലുണ്ട്. അതുപോലെ സലീം അലിയുടെ പേര് പക്ഷി സങ്കേത കേന്ദ്രം നമ്മുടെ തട്ടേക്കാടുണ്ട് അല്ലേ. സലീം അലി പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ്. സലീം അലിയുടെ പേരിൽ ദേശീയ പാർക്ക് എവിടാന്ന് അറിയാമോ? സലീം അലി ദേശീയ പാർക്ക് അത് നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ട്. അപ്പൊ സലീം അലി ദേശീയ പാർക്ക് ജമ്മു കാശ്മീർ, സലീം അലി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? നമ്മുടെ ഗോവയിലും തട്ടേക്കാടും സലീം അലി. ഇനി സലീം അലിയുടെ പേരിൽ ഓർണിത്തോളജി സെന്റർ ഉണ്ട്. എവിടാന്നറിയാമോ ഓർണിത്തോളജി സെന്റർ? അത് നമ്മുടെ കോയമ്പത്തൂരാണ്. സലീം അലി ഓർണിത്തോളജി സെന്റർ എവിടെയാണ്? കോയമ്പത്തൂരാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ ഈ പക്ഷി നിരീക്ഷണ ദിനം നമ്മളെ സലീം അലിയുടെ ജന്മദിനമല്ലേ അല്ലേ. സലീം അലിയുടെ ജന്മദിനം പക്ഷി നിരീക്ഷണ ദിനം എന്നാ? അത് നവംബർ 12. മറന്നു പോരുത്. നവംബർ 12 ഏത് ദിനമാണ്? പക്ഷി നിരീക്ഷണ ദിനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12, സലീം അലിയുടെ ജന്മദിനം. നവംബർ 21 ഏതാണ്? നവംബർ 21 അത് നമ്മുടെ ടെലിവിഷൻ ദിനമാണ്. നവംബർ 21 ഏത് ദിനം? ടെലിവിഷൻ ദിനമാണ്. ഫെബ്രുവരി 13 റേഡിയോ ദിനം. തെറ്റിപ്പോരുതേ. അപ്പൊ നവംബർ 21 ടെലിവിഷൻ ദിനമാണ് ആണെങ്കിൽ ഫെബ്രുവരി 13 ഏതാണ്? റേഡിയോ ദിനമാണ്. ഫെബ്രുവരി 13 നമുക്ക് വേറൊരെണ്ണം ഉണ്ട്. ഏതാണെന്നറിയാമോ? ദേശീയ വനിതാ ദിനം. ദേശീയ വനിതാ ദിനം സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഫെബ്രുവരി 13 സരോജിനി നായിഡുവിന്റെ ജന്മദിനം ദേശീയ വനിതാ ദിനമായിട്ട് പറയുന്നു. അല്ലാതെ വനിതാ ദിനം മാർച്ച് 8 മാർച്ച് 8 വനിതാ ദിനം എന്നു വെച്ചു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യം ഏതാണെന്നറിയാമോ? നമ്മുടെ സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേര് ചോദിക്കാം. സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേര് ഏതാണെന്നറിയാമോ? ബ്രോക്കൺ വിങ്സ്. ബ്രോക്കൺ വിങ്സ് ആരുടെയാണ്? സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേരാ. ബേർഡ് ഓഫ് ടൈം, ഗോൾഡൻ ത്രെഷോൾഡ്, ഇതൊക്കെ അവരുടെ പ്രശസ്ത ഒരു കൃതിയാണ് കേട്ടോ. അപ്പൊ സരോജിനി നായിഡുവിന്റെ ആത്മകഥ നിങ്ങൾ തെറ്റണ്ട. ബ്രോക്കൺ വിങ്സ്. ചിലപ്പോൾ ഒടിഞ്ഞ ചിറകുകൾ എന്നൊക്കെ മലയാളത്തിൽ ചോദിക്കാം. ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ അല്ലാതെ നമ്മൾ പഠിക്കുന്ന ഏതാണ്? സരോജിനി നായിഡുവിനെ അല്ലാതെ പഠിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ് അല്ലെ. INCയുടെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ്. എന്നാ പ്രസിഡന്റ് ആയത് സരോജിനി നായിഡു? 1925 കാൺപൂർ സമ്മേളനം. 25 കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റ് ആയത്. നല്ലൊരു ചോദ്യമല്ലേ അത്. 24 നമുക്കറിയാം ഗാന്ധിജി പ്രസിഡന്റ് ആയത് അല്ലെ. ബെൽഗാം സമ്മേളനം. 24 ഗാന്ധിജി പ്രസിഡന്റ് ആയത് ബെൽഗാം സമ്മേളനം. 23 ഒരെണ്ണം പഠിച്ചിട്ടില്ലേ? എന്താ 23? അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 23 കാക്കിനാഡ സമ്മേളനം. കാക്കിനാഡ സമ്മേളനം. ആദ്യം പ്രമേയം പാസാക്കിയത് ആരാ? പ്രമേയം അവതരിപ്പിച്ചത് മലയാളിയായ TK മാധവനാണ് കേട്ടോ. INCയിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? TK മാധവൻ കേട്ടോ. കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന്റെ പ്രയുക്താവ്, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെയൊക്കെ പ്രയുക്താവ് എന്ന് വിളിക്കുന്നത് TK മാധവനെയാണ്. മറന്നു പോരുതേ. അപ്പം വൈക്കം സത്യാഗ്രഹം നടത്താനുള്ള ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1923 കാക്കിനാഡ സമ്മേളനം. മൗലാന മുഹമ്മദ് അലി ആയിരുന്നു ആ സമയത്തെ INCയുടെ പ്രസിഡന്റ്. അതൊക്കെ ചോദിക്കാൻ പറ്റിയത്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവൻ അല്ലെ. TK മാധവന. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആണ് അല്ലെ. തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ ആരായിരുന്നത്? സേതു ലക്ഷ്മിഭായി. വൈക്കം ക്ഷേത്രം ഏത് കായലിന്റെ അടുത്തായിരുന്നു? വേമ്പനാട്ട് കായൽ അല്ലെ. വേമ്പനാട്ട് കായലിന്റെ അടുത്താണ് വൈക്കം ക്ഷേത്രം. 96 ചതുരശ്ര കിലോമീറ്റർ അല്ലേ. ഏറ്റവും വലിയ കായലല്ലേ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. 96 കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിന്റെ നീളം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാ കേരളത്തില്? അത് അഷ്ടമുടി കായല. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലാണ് ഏറ്റവും ആഴം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഏറ്റവും ആഴം കൂടിയ കായൽ ഏതെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ് നമ്മൾ പറയേണ്ടത്. അഷ്ടമുടി കായലിൽ നടക്കുന്ന വള്ളംകളി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി. മറന്നുകൊണ്ട് പ്രസിഡന്റ്സ് ട്രോഫി അതായത് കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തുന്ന വള്ളംകളി ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായല. കണ്ടൽ വനങ്ങൾ നിറഞ്ഞ കേരളത്തിലെ കായൽ ഏതെന്ന് ചോദിച്ചാലും, കണ്ടൽ വനങ്ങളുള്ള കേരളത്തിലെ കായൽ ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് അഷ്ടമുടി കായലാണ്. പനയുടെയും നീരാളിയുടെയും ആകൃതിയിലുള്ള കായൽ ഏതാ? അഷ്ടമുടി കായലാണ്. പനയുടെയും നീരാളിയുടെയും ആകൃതിയിലുള്ളത്. അതുപോലെ അഷ്ടമുടി കായലിൽ നടക്കുന്ന
കായലിലൂടെ പെരുമൺ ദുരന്തം നടന്നത്. പെരുമൺ ദുരന്തം 1988 ജൂലൈ 8. 1988 ജൂലൈ 8 അഷ്ടമുടി കായലിലാണ് പെരുമൺ ദുരന്തം നടന്നത്. ഓർത്തു വെച്ചിരിക്കുക. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അതുപോലെ ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കൊല്ലം ജില്ലയിലല്ലേ? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നും എഫ് ആകൃതിയിൽ ഒഴുകുന്ന കായൽ ഏതെന്നൊക്കെ ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാ? ഏറ്റവും ചെറുത് അത് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. ഏറ്റവും ചെറുത് ഏതാണ്? വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഏതാ? വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. ഭൂപടാകൃതിയിലുള്ള കായൽ ഏതെന്ന് ചോദിച്ചാലും പൂക്കോട് അല്ലേ പറയുന്നത്? ആണ്. ഭൂപടാകൃതിയിലുള്ള കായൽ ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. പക്ഷെ ഹൃദയാകൃതിയിലുള്ള തടാകം അത് വയനാട് ജില്ലയിൽ തന്നെ മേപ്പാടി തടാകമാണ് അല്ലെ. ഹൃദയാകൃതിയിലുള്ള തടാകം ഏതാണ്? വയനാട് ജില്ലയിലെ മേപ്പാടി തടാകമാണ്. വയനാട് ജില്ലയിലെ 2-3 വെള്ളച്ചാട്ടങ്ങളുടെ പേരുകൾ ഏതൊക്കെയാ? വയനാട് ജില്ലയിലെ 2-3 വെള്ളച്ചാട്ടങ്ങൾ, അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം, ചെതലയം വെള്ളച്ചാട്ടം അല്ലെ. സൂചിപ്പാറ, കാന്തൻപാറ, ചെതലയം, മീൻമുട്ടി ഇതൊക്കെ വയനാട് ജില്ലയിലാണ് കേട്ടോ. സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി, ചെതലയം വെള്ളച്ചാട്ടങ്ങളൊക്കെ എവിടെയാണ്? വയനാട്. വയനാട് ജില്ലയിലല്ലേ ഇവിടെ കാപ്പി ഗവേഷണ കേന്ദ്രം? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. എവിടെയാണ്? ചൂണ്ടയിൽ. വയനാട് ജില്ലയിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ? വയനാട് ജില്ലയിലാണല്ലോ, അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അമ്പലവയലാണ് ഇഞ്ചി ഗവേഷണ. കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാലും ഏതാ നമ്മൾ പറയുന്നത്? കാപ്പി ഇഞ്ചിയും ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വയനാട് ജില്ലയിലാണ്. കാപ്പി ഇഞ്ചിയും ഏറ്റവും കൂടുതൽ, അത് നല്ലൊരു പോയിന്റ്. കാപ്പി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം അത് ഏതെന്ന് ചോദിച്ചാൽ കർണാടകയാണ് പറയേണ്ടത് അല്ലെ. കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയും, ജില്ല ചോദിച്ചാൽ ഏതാണ്? ജില്ല ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് വയനാട് ജില്ലയിലുമാണ്. ഈ കർണാടകയിലാണ് സ്വർണം ഏറ്റവും കൂടുതൽ അല്ലെ. സ്വർണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതും കർണാടകയിലില്ലേ. സ്വർണ്ണഖനി കർണാടകയിലില്ലേ. കോളാർ, ഹുട്ടി എന്നീ സ്വർണ്ണഖനികൾ എവിടെ? കർണാടകയിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാപ്പി കൃഷി ആദ്യമായി തുടങ്ങിയത് നമ്മുടെ കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാ ബുദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കർണാടകയിലെ ചിക്ക്മാംഗ്ലൂരിലെ ബാബാ ബുദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ആന ഏറ്റവും കൂടുതൽ കർണാടകയാണ്, കാപ്പി ഏറ്റവും കൂടുതൽ, സ്വർണം ഏറ്റവും കൂടുതൽ, സൂര്യകാന്തി ഏറ്റവും കൂടുതൽ, സിൽക്ക് ഏറ്റവും കൂടുതൽ, ഇതൊക്കെ ചന്ദനം ഏറ്റവും കൂടുതൽ, ഇതൊക്കെ എവിടെയാണ്? കർണാടകയിലാണ് അല്ലെ. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ ഒരു കാറ്റുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ചെറി ബ്ലോസം അല്ലെ. ചെറി ബ്ലോസം ആണ് കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ്. കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന ഒരു കാറ്റ് ഏതായിരുന്നു? കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന അത് മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു അല്ലെ. കേരള കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് ഏതാണ്? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ അല്ലെ. ലൂ ആണ്. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ പേമാരി ഏതായിരുന്നു? ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ പേമാരി കാൽവൈശാഖി. കാൽവൈശാഖി എന്ന് പറയുന്നതാണ് അത് നമ്മൾ പറയുന്നത്. അപ്പം കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയിലാണ് അല്ലെ. എനിക്ക് തോന്നുന്നു 2% ഇന്ത്യയിൽ 2% കാപ്പി ഉത്പാദിപ്പിക്കുന്നത് കർണാടകയിൽ. തേയില എവിടെയാണ്? തേയില ഏറ്റവും കൂടുതൽ ആസാമിലാണ് അല്ലെ. തേയില ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ ആസാമിൽ. ഇന്ത്യയിൽ ടീ ആകൃതിയിലുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പറയുന്നത് ആസാം അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ തേയില ഏറ്റവും കൂടുതൽ ആസാം. ചണം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചണം ഏറ്റവും കൂടുതൽ അത് പശ്ചിമ ബംഗാളിലാണ് അല്ലെ. ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടും പശ്ചിമ ബംഗാൾ അല്ലേ ആണ്. ചണം ഏറ്റവും കൂടുതൽ, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളാണ് പറയുന്നത്. ചണത്തിന് നമ്മളൊരു വിശേഷണം പറയത്തില്ലേ? ചണത്തിന് എന്താ? സുവർണ നാര്. സുവർണ നാര് എന്ന് വിളിക്കുന്നത് ചണമല്ലേ? ആണ്. പക്ഷെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് പരുത്തിയാണ് കേട്ടോ. സുവർണ
പൊതുവായിട്ടുള്ള നാര് എന്ന് വിളിക്കുന്നത് ചണം, പക്ഷെ യൂണിവേഴ്സൽ ഫൈബർ അഥവാ സാർവത്രിക നാര് എന്ന് വിളിക്കുന്ന ഏതാണ്? പരുത്തിയാണ്. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലെ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാ? മുംബൈ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ്? മുംബൈ ആണ് അല്ലെ. അതുകൊണ്ട് ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്ന അപരനാമം മുംബൈക്കാണ് അല്ലെ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ ആണ്. അതുപോലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ അല്ലേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാ? മുംബൈ. നേരത്തെ നമുക്ക് മൊത്തം 13 മേജർ തുറമുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം പക്ഷെ പോർട്ട് ബ്ലെയർ മേജർ തുറമുഖത്തിൽ നിന്ന് അങ്ങ് മാറ്റി അല്ലെ. അപ്പൊ 12 മേജർ തുറമുഖങ്ങളും പുതിയതായിട്ട് ഒരെണ്ണം വരാൻ പോകുന്നുണ്ട്. വാദ്വാൻ എന്ന് പറയുന്ന ഒരു തുറമുഖം നമുക്ക് വരാൻ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ 12 മേജർ തുറമുഖങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഈ അടുത്ത കാലത്ത് LGS പരീക്ഷയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തെ തുറമുഖം തൂത്തുക്കുടി തുറമുഖമാണ് കേട്ടോ. തൂത്തുക്കുടി തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാ? തൂത്തുക്കുടി തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? തൂത്തുക്കുടി തുറമുഖം. VO ചിദംബരനാർ തുറമുഖം എന്നാണ് പേര് കേട്ടോ. VO ചിദംബരനാർ തുറമുഖം എന്ന തൂത്തുക്കുടി തുറമുഖത്തെ അറിയപ്പെടുന്നുണ്ട്. എണ്ണൂർ തുറമുഖം കേട്ടിട്ടുണ്ടോ? എണ്ണൂർ തുറമുഖം തമിഴ്നാട്ടിലെ ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം. ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം ഏതെന്ന് വെച്ചാൽ എണ്ണൂർ തുറമുഖമാണ് കേട്ടോ. അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. അതുപോലെ ഇങ്ങനെ ചോദിക്കുക, ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം? അത് കാണ്ടില തുറമുഖം. ഗുജറാത്തിലെ കാണ്ടില തുറമുഖം. സ്വതന്ത്ര വ്യാപാര മേഖല ഏതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗുജറാത്തിലെ കാണ്ടിലയല്ലേ. സ്വതന്ത്ര വ്യാപാര മേഖല ഏതെന്നൊക്കെ ചോദിച്ചാലും ഗുജറാത്തിലെ കാണ്ടില തുറമുഖം. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇത് ചോദിക്കാം, ഈ ഒഡീഷയിൽ ഒരു തുറമുഖം ഇല്ലേ നമുക്ക്? ഒഡീഷയിലെ പാരദീപ് തുറമുഖം അല്ലെ. പാരദീപ് തുറമുഖമാണ് ഒഡീഷയിലെ തുറമുഖം ഏതെന്ന് വെച്ച്. പിന്നെ ഇത് മറന്നുകൊണ്ട് കാണ്ടില തുറമുഖത്തിന്റെ പുതിയ പേരെന്താണെന്നറിയാമോ? ദീൻ ദയാൽ തുറമുഖം. കാണ്ടില തുറമുഖത്തിന്റെ പുതിയ പേരെന്താണ്? ദീൻ ദയാൽ തുറമുഖം എന്ന്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് കേട്ടോ. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര്. ഈ ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമ്മഗോവയാണ് കേട്ടോ. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമ്മഗോവ. ഇന്ത്യയുടെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ് തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത്. മുംബൈ തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാനായി വന്ന തുറമുഖമല്ലേ ജവഹർലാൽ നെഹ്റു തുറമുഖം അഥവാ നാവശേവ തുറമുഖം. അതുപോലെ കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാനായിട്ട് വന്നത് ഹാൽഡിയ തുറമുഖമാണ് അല്ലെ. ഹാൽഡിയ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്തയിലെ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം മേജർ തുറമുഖങ്ങൾ കൊൽക്കത്തയിലാണ്. ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഹൂഗ്ലി നദി ഏത് നദിയുടെ പോഷക നദിയാ? ഹൂഗ്ലി. ഗംഗയുടെ പോഷക നദിയാ? ഗംഗയുടെ പോഷക നദിയാണ് ഹൂഗ്ലി. ഗംഗയുടെ യമുന, ഭഗീരഥി, ഹൂഗ്ലി, സോണ് ഇതൊക്കെ ഗംഗയുടെ പോഷക നദികളാണ് അല്ലെ. ഞാൻ പറഞ്ഞു പോയാൽ അങ്ങോട്ടങ്ങ് പോകും. അപ്പം കൾച്ചറുകൾ മനസ്സിലായില്ലേ? അപ്പൊ മുന്തിരി കൃഷി ഏതാണ്? മുന്തിരി കൃഷി ഏതെന്ന് വെച്ചാൽ വിറ്റി കൾച്ചർ ആണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മുന്തിരി കൃഷി. രണ്ടാമത്തെ ചോദ്യം നോക്കേ, 118ാമത്തെ മൂലകം ഏത്? നല്ലൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് കയറി വരാൻ പറ്റിയൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പം 118ാമത്തെ മൂലകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ടെന്നിസൈൻ, ഒഖനേസോൺ, മോസ്കോവിയം, നിഹോണിയം. വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത ഏറ്റവും അവസാനത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ഒഖനേസോൺ ആണ് അല്ലെ. അലസവാതകങ്ങളിൽ ഏറ്റവും അവസാനത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാലും ഒഖനേസോൺ ആണ് ഏറ്റവും അവസാനം. ടെന്നിസൺ ഏതാണ്? ടെന്നിസൈൻ 117ാമത്തെ മൂലകമാണ് ടെന്നിസൺ അല്ലെ. മോസ്കോവിയം എത്ര? 115ാമത്തതാണ് മോസ്കോവിയം. നിഹോണിയം എത്ര? 113ാമത്തെ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതെന്നൊക്കെ ചോദിച്ചാലും നിഹോണിയമാണ്. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ്? നിഹോണിയമാണ്. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, 100ാമത്തെ മൂലകം 99, 100, 101 പഠിച്ചേരടെ. 99 ഐൻസ്റ്റീനിയം. 99 ഏതാ? ഐൻസ്റ്റീനിയം. 100 ഏതാ? 100 ഫെർമിയമാണ്. 101 മെന്റലീവിയം. അപ്പൊ 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 ഏതാണ്? മെന്റലീവിയമാണ്. 101 ഏതാണ്? ആവർത്തന പട്ടികയുടെ പിതാവാര? ആവർത്തന പട്ടികയുടെ പിതാവ് ദിമത്രി മെൻഡലിയേഫ് അല്ലെ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാര? ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ് അല്ലെ. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയേഫ് കൊണ്ടുവന്നത്. മറന്നുപോരുതേ, അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക കൊണ്ടുവന്നത് മെൻഡലിയേഫ്. അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് മോസ്ലി കൊണ്ടുവരുന്നത്. അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ആരാണ്? വ്യാപ്തത്തിന്റെ
അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക, അത് ലോഥർ മേയർ എന്ന് പറയുന്ന ആളാണ്. അത് മൂന്നും തെറ്റിപ്പോരുത്. അറ്റോമിക മാസാമ്പം മെൻഡലിയേഫ്, അറ്റോമിക സംഖ്യാമ്പം മോസ്ലി, അറ്റോമിക വ്യാപ്തമാമ്പം ലോഥർ മേയർ. ഓർത്തു വെച്ചിരിക്കുക. ആകെ എത്ര പീരീഡ് ഉണ്ട്? പീരീഡുകൾ 7 ആവർത്തന പട്ടികയിൽ. പീരീഡുകൾ 7, ഗ്രൂപ്പുകൾ എത്ര? ഗ്രൂപ്പുകൾ 18. പീരീഡ് 7, ഗ്രൂപ്പ് 18. ചെറിയ പീരീഡ് ഒന്നാമത്തെ പീരീഡ് തന്നെ, വലിയ പീരീഡ് 6ാമത്തെ പീരീഡാ. ചെറിയ പീരീഡ് ഒന്നാമത്തതും വലിയ പീരീഡ് എത്രയാണ്? 6ാമത്തെ പീരീഡുമാണ്. മൊത്തം മൂലകങ്ങൾ എത്ര ഉണ്ട്? 118 മൂലകങ്ങൾ. അതിൽ പ്രകൃതിദത്ത എത്ര മൂലകങ്ങളുണ്ട്? 92 മൂലകങ്ങളാണ്. 92ാമത്തെ ഏതാ? യുറേനിയം. 92ാമത്തെ ഏതാണ്? യുറേനിയം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. ആദ്യത്തെ രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാ? പ്രൊമിത്യം. രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതെന്ന് ചോദിച്ചാൽ പ്രൊമിത്യം. അപ്പൊ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? മൊത്തം 18 ഗ്രൂപ്പുകൾ. ഒന്നാം ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഒന്നാം ഗ്രൂപ്പിനെ വിളിക്കുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നും, രണ്ടാം ഗ്രൂപ്പിനെ വിളിക്കുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. അല്ലെ, 3 മുതൽ 12 വരെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുക. അടുത്തെല്ലാം പഠിച്ചോണേ. 13ാമത്തെ ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. അല്ലെ, മറ്റൊരു പേരുണ്ട് 16-ന്. ഏതാണെന്നറിയാമോ? ചാൽക്കോജൻ കുടുംബം എന്ന് വിളിക്കാം. ചാൽക്കോജനുകൾ എന്നും വിളിക്കാം 16-നെ. 17-നെ ഹാലജനുകൾ എന്ന് വിളിക്കാം. 17ാം ഗ്രൂപ്പിനെ എന്ത് വിളിക്കാം? ഹാലജനുകൾ. 19-നെയാണ് നമ്മൾ അലസവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ഒട്ടിച്ച് പോയിക്കണേ, അതങ്ങ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അപ്പൊ പെട്ടെന്ന് ഒന്നും കൂടെ പറയട്ടെ. 1 ആൽക്കലി ലോഹങ്ങൾ, 2 ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ അഥവാ ചാൽക്കോജനുകൾ, 17 ഹാലജൻ, 18 ഏതാണ്? അലസവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബ്ലോക്കുകൾ എന്ന് പറഞ്ഞേ. 1ഉം 2ഉം ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. 1ഉം 2ഉം ഗ്രൂപ്പ് മൂലകങ്ങളെ എന്ത് വിളിക്കാം? എസ് ബ്ലോക്ക്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ എന്ത് വിളിക്കാം? ഡി ബ്ലോക്ക് എന്ന് വിളിക്കാം. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കാം. 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് നമ്മൾ വിളിക്കുന്നത്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക്. പിന്നെ നമുക്ക് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും ഇല്ലേ, അവരെ എഫ് ബ്ലോക്കുകൾ എന്ന് വിളിക്കാം. ഇത് 3, 4 തിരിഞ്ഞു പോരുതേ. ഏതൊക്കെയായിരുന്നേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഒന്ന് പ്രിലിംസ് ആയതുകൊണ്ടെന്ന് റിവിഷൻ നടത്തി തരുന്നതാണ്. 1ഉം 2ഉം ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെ പി ബ്ലോക്ക്, ലാന്തനൈഡും ആക്ടിനൈഡുകളും ഏതാണ്? എഫ് ബ്ലോക്കുകളാണ്. ഓക്കെ, ഇനി സംയോജകത ഒന്ന് ശ്രദ്ധിച്ചോണേ. സംയോജകത ഗ്രൂപ്പ് 18ന്റെ സംയോജകത 0. ഗ്രൂപ്പ് അലസവാതകങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. അലസവാതകങ്ങളുടെ സംയോജകത എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയാവൂ? 0 ഓർത്തു വെക്കുക. അപ്പൊ ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ച മൂലകങ്ങൾ എന്ന് പറഞ്ഞേടെ. ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ച നമ്മുടെ ബോഡിയിൽ കിടക്കുന്നതാ നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഒക്കനേസോൺ. അല്ലെ, കെമിസ്ട്രിക്കാർ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് പറയും. ഞാനെല്ലാം ഓട്ടിച്ചങ്ങ് പറയുന്നതുകൊണ്ടാണ്. ചെറിയ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നിസൺ 117, ഒക്കനേസൺ 118. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രൂപ്പ് മുകളിൽ നിന്നും താഴേക്ക് പോരുന്തോറും, മുകളിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി കൂടണം. മുകളിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി പോകും. പട്ടികയിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. കേട്ടോ, ആറ്റത്തിന്റെ വലിപ്പം ഏതാണ്? കുറയുന്നു എന്ന് പറയുന്നു. അതുപോലെ പ്രധാനപ്പെട്ടയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മൂലകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോക്കിയിട്ട് പോകണേ. ഏറ്റവും പ്രധാനപ്പെട്ടത് 78, 79, 80 ഞാൻ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. 78, 79, 80 ഏതാ? 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 മെർക്കുറി. 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 മെർക്കുറി. ടങ്സ്റ്റൺ 74 കേട്ടോ. ടങ്സ്റ്റൺ എത്രയാണ്? 74. W ആണ് പ്രതീകം കേട്ടോ. ടങ്സ്റ്റന്റെ പ്രതീകം എത്രയാണ്? W. അപ്പൊ 78 ഏതാണ്? 78 പ്ലാറ്റിനം, 79 സ്വർണം, 80 ഏതാ? മെർക്കുറിയുടെ ഐര ഏതാണ്? മെർക്കുറിയുടെ ഐര സിന്നബാർ. അല്ലെ, സിന്നബാർ എന്ന് പറയും. മീനമാത രോഗത്തിന്റെ ആധിക്യം മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമല്ലേ മീനമാത എന്ന രോഗം? മെർക്കുറിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമല്ലേ മീനമാത? ചോദിക്കാറുണ്ട്. അതും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം പിന്നെ മെർക്കുറി നമുക്ക് ചോദിക്കുന്നത് ക്യുക്ക് സിൽവർ എന്ന് വിളിക്കുന്നത് മെർക്കുറിയ. അല്ലെ, ക്യുക്ക് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ ഏതാണ്? ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം.
പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ ഏതാണ്? പ്ലാറ്റിനം ആണ്. ക്വിക്ക് സിൽവർ ഏതെന്ന് ചോദിച്ചാൽ മെർക്കുറിയാണ് അല്ലെ, മെർക്കുറി. പ്ലാറ്റിനം വേറെണ്ണം നമ്മൾ പഠിക്കുമല്ലോ, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം അല്ലെ, ഡക്റ്റിലിറ്റി അതായത് വലിച്ചു നീട്ടാൻ കഴിയുന്നത് അല്ലെ, വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കാൻ കഴിയുന്നതല്ലേ ഡക്റ്റിലിറ്റി എന്ന സവിശേഷത, അത് പ്ലാറ്റിനമാണ്. അടിച്ചു പരത്തി കനം കുറഞ്ഞതാക്കുന്നത് ഏതാ? മാലിബിലിറ്റി. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെ? സ്വർണ്ണത്തിനാണ്. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? സ്വർണ്ണത്തിനും. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? പ്ലാറ്റിനത്തിനുമാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ രാസവസ്തുക്കളുടെ രാജാവാര? സൾഫ്യൂരിക് ആസിഡ്. H2SO4 സൾഫ്യൂരിക് ആസിഡ്. രാസസൂര്യൻ ഏതാ? രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യൻ ഏതാണ്? മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നതും മഗ്നീഷ്യമാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഇൻസുലിൻ, കണ്ണുനീര്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. ഇൻസുലിൻ, കണ്ണുനീരിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? സിങ്ക് ആണ് അല്ലെ. സിങ്കിന്റെ അല്ലയോടെ കലാമിൻ, കലാമിൻ എന്ന് പറയുന്ന അയിര്, കലാമിൻ സിങ്ക് ആണ് അല്ലെ. സിന്നബാർ എന്തിന്റെ ആയിരുന്നടെ? സിന്നബാർ മെർക്കുറി, കലാമിൻ സിങ്ക്. ഗലീന എന്തിന്റെ? ഗലീന ലെഡ്. ഗലീന എന്തിന്റെയാണ്? ലെഡ്. പിച്ച് ബ്ലെൻഡ് എന്തിന്റെ? പിച്ച് ബ്ലെൻഡ് യുറേനിയം. യുറേനിയം ആണ്. ബോക്സൈറ്റോ? ബോക്സൈറ്റ് എന്തിന്റെ എന്ന് ചോദിച്ചാൽ ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഒക്കെ അലൂമിനിയത്തിന്റെ അല്ലെ, അലൂമിനിയം. മോണോസൈറ്റ് തോറിയം. ഇൽമനൈറ്റ് ടൈറ്റാനിയം. അംബിബോൾ സോഡിയം. ബിസ്മത്തറൈറ്റ് സ്വർണം. ബിസ്മത്തറൈറ്റ് എന്തിന്റെയാണ്? സ്വർണം. അർജന്റൈറ്റോ? വെള്ളി. അർജന്റൈറ്റ് ഏതാണ്? വെള്ളി. മാലക്കൈറ്റ് ഒക്കെ ഏതാ? ചെമ്പ്. മാലക്കൈറ്റ് ഏതാണ്? ചെമ്പ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കലാമിൻ, ഗലീന ഇതൊക്കെയാ ചോദിക്കുന്നത്. കലാമിൻ സിങ്ക്, ഗലീന ലെഡ്, സിന്നബാർ മെർക്കുറി, പിച്ച് ബ്ലെൻഡ് യുറേനിയം, ബോക്സൈറ്റ് അലൂമിനിയം, മോണോസൈറ്റ് തോറിയം, ഇൽമനൈറ്റ് ടൈറ്റാനിയം. അതൊക്കെ ഒന്ന് ഓർത്ത് പരീക്ഷയ്ക്ക് വേണേ. കാൽസ്യത്തിന്റെ ഒക്കെ ചോദിക്കാം, ജിപ്സോ ഒക്കെ കയറി ചോദിക്കാം. അത് അപ്പം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? മഗ്നീഷ്യമാണ് ഹരിതകത്തില്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, ലോഹം ചോദിച്ചാൽ അലൂമിനിയം ആണ് അല്ലെ, അലൂമിനിയം. ഏറ്റവും മികച്ച താപജാലകം ഏതാ? ഏറ്റവും മികച്ച താപജാലകം വെള്ളിയാണ് അല്ലെ, വെള്ളി. പക്ഷെ വൈദ്യുത കമ്പികളിലെ, വൈദ്യുത പോസ്റ്റുകളിലെ വൈദ്യുത കമ്പി അലൂമിനിയം ആണ് അല്ലെ. ഏറ്റവും മികച്ചത് വെള്ളിയാണെങ്കിലും വൈദ്യുത കമ്പികൾ, വൈദ്യുത പോസ്റ്റിലെ വൈദ്യുത കമ്പികൾ അലൂമിനിയം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കമ്പി ഏതാ? വീടുകളിൽ ഉപയോഗിക്കുന്നത് അത് ഏതെന്ന് ചോദിച്ചാൽ ചെമ്പ് ഉപയോഗിച്ച. വീടുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ചെമ്പ്. ഓടെന്ന് പറയുന്നത് ആരൊക്കെ ചേരുന്നതാണ്? ഓട്, ഓടിലെ ഘടകലോഹങ്ങൾ. ഓഡിക്കോ പിക്കോസി എന്ന് പറഞ്ഞ ഒരു കോഡ് എല്ലാവരും പറയാറില്ലേ? ഓഡിക്കോ പിക്കോസി. ഓടെന്ന് പറയുന്നത് ടിക്കോ, ടിന്നും കോപ്പറും. ഓഡിക്കോ പിക്കോസി. പിച്ചള എന്ന് പറയുന്നത് ഏതാ? പിച്ച. പിച്ചള എന്ന് പറയുന്നത് പിക്കോസി. കോപ്പറും സിങ്കും. കോപ്പറും സിങ്കും തെറ്റിപ്പോരുതേ, പരീക്ഷയ്ക്ക് ചോദിക്കാം. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററി. മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയൺ ബാറ്ററി. അല്ലാതെ നമ്മുടെ വീട്ടിലെ ക്ലോക്ക്, കളിപ്പാട്ടങ്ങൾ ഇതിലൊക്കെ ഇടുന്ന ബാറ്ററി ഏതാ? ഡ്രൈസെല്ല്. അത് സാധാ ഡ്രൈസെല്ലാണ്. ഈ ക്ലോക്ക്, കളിപ്പാട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഡ്രൈസെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ പ്രധാനപ്പെട്ട മൂലകങ്ങൾ തെറ്റിപ്പോരുതേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രധാനപ്പെട്ട ഇരുമ്പിന്റെ പ്രതീകം എന്താ? ഇരുമ്പിന്റെ പ്രതീകം Fe അല്ലേ, Fe. 26 അല്ലേ, 26 ഇത് നമ്പർ ഇരുമ്പ് 26 Fe എന്നറിയപ്പെടുന്ന ഏതാ? സോഡിയം, നാട്രിയം അല്ലെ. കാലിയം എന്നറിയപ്പെടുന്ന ഏതാ? കാലിയം, പൊട്ടാസ്യം, K. അപ്പം നാട്രിയം സോഡിയം, പൊട്ടാസ്യം K, കാലിയം. അതൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പം ഇരുമ്പിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞ്, ഇരുമ്പിൻ്റെത് 26. അപ്പൊ ചെമ്പിന്റെ എത്ര? കോപ്പറിൻ്റെത് 29. Cu ആണ്, Cu അല്ലെ. ചെമ്പിൻ്റെത് 29. വെള്ളിയുടെ എത്ര എന്നറിയാമോ? വെള്ളി Ag 47. Ag എത്രയാണ്? 47. അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 20 കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോണേ. 1 മുതൽ 20 വരെ ഉള്ളത് ഒന്ന് പഠിച്ചിട്ട് പോവുക. കെമിസ്ട്രി സാറുമാർ നല്ലോണം എടുത്ത് കാണും. എന്നാലും ഞാൻ ഓട്ടിച്ച് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അത് അയാൾ എവിടെ പോകുന്നു ടെൻഷൻ അടിച്ച്, അതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനങ്ങ് പോകുന്നത്. ആദ്യത്തെ 20 ഒന്ന് കേൾക്കണമെന്നുണ്ടോ? ഒന്ന് മനസ്സിലേക്ക് വരുന്നെങ്കിൽ ഒന്ന് നോക്കിയാൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ 20 ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5. ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഫ്ലൂറിൻ 9, നിയോൺ 10. പിന്നെ ഏതാ? 11 സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15. സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ ആണ് 17, ആർഗണോ 18 ആണ്, പൊട്ടാസ്യോ 19, കാൽസ്യമോ 20. കാൽസ്യം 20. അത് ആദ്യത്തെ 20 പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാം കൂടെ ഒന്ന് നോക്കിയേക്കണം. ഒന്നുകൂടെ പറയട്ടെ. ഹൈഡ്രജൻ
1, ഹീലിയം 2, ലിഥിയം 3, ബെറിലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20. അതായത് ഒരുവിധം ഒന്നും കൂടെ നോക്കാം, ഞാൻ സ്പീഡിൽ പറഞ്ഞതാണ്, എന്നാലും നിങ്ങളുടെ ബുക്കുകളിൽ കാണാം. അത് അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അപ്പം കെമിസ്ട്രി ഒക്കെ ഒന്നും കൂടെ നല്ലോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ് അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമോ? അത് ഓക്സിജൻ ആണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു പോയിന്റ്. ഈ കനജലം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? കനജലം ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് അല്ലെ. ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O ആണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് കനജലം എന്ന് വിളിക്കുന്നത്. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ്. അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതം ഏതാണ്? അക്വാറീജിയ എന്ന് പറയുന്ന ആരൊക്കെ ചേരുന്നതാ? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമല്ലേ അക്വാറീജിയ. അക്വാറീജിയ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അല്ലെ. ഈ അമോണിയ നിർമ്മാണ പ്രക്രിയ ഏതാ? അമോണിയ നിർമ്മാണ ഹേബർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയോ? സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? സമ്പർക്ക പ്രക്രിയയാണ് അല്ലെ. ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ബോഷ് പ്രക്രിയ. ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക ഛേദനം. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഓക്കെ. മോൺസ് പ്രക്രിയ എന്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുന്നു? മോൺസ് പ്രക്രിയ ഇതൊരു പരീക്ഷയ്ക്ക് ഇപ്പം ചോദിച്ചു കണ്ടതാ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അമോണിയ നമ്മൾ പഠിച്ചു. അമോണിയ എന്തിന്റെയാണ്? ഹേബർ പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അമോണിയ ഏതാണ്? ഹേബർ പ്രക്രിയ. ക്ലോറിൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഡീക്കൻസ്. ക്ലോറിൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഡീക്കൻസ് പ്രക്രിയയാണ് ക്ലോറിൻ നിർമ്മാണം. നിക്കലാണ് നമ്മുടെ ഉത്തരം. ഏതാണ്? നിക്കലാണ് ഉത്തരം. ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മോൺസ് പ്രക്രിയ എന്ന് പറയുന്നത് നിക്കലാണ് മോൺസ് പ്രക്രിയ. അപ്പൊ ഹൈഡ്രജന്റെ ഏതാണ്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, ബോഷ് പ്രക്രിയ അല്ലെ. ഹൈഡ്രജൻ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ബോഷ്. അപ്പൊ നിക്കലിന്റെ മറന്നുകൊണ്ട മോൺസ്, ക്ലോറിന്റെ ഏതാ? ഡീക്കൻസ്. ക്ലോറിന്റെ ഏതെന്ന് ചോദിച്ചാൽ അപ്പൊ അമോണിയ ഏതാ? ഹേബർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് ഏതാ? സമ്പർക്ക പ്രക്രിയ. നൈട്രിക് ആസിഡ് ഏതാന്ന് അറിയാമോ? നൈട്രിക് ആസിഡ് ഓസ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡിന്റെ ഏതാണ്? ഓസ്വാൾഡ് പ്രക്രിയ. അലൂമിനിയം ഏതാന്ന് അറിയാമോ? അലൂമിനിയം ഹാൾ ഹെറാൾട്ട് പ്രക്രിയയാണ് അലൂമിനിയം. അപ്പൊ നൈട്രിക് ആസിഡിന്റേത് ഓസ്വാൾഡ് പ്രക്രിയ. അലൂമിനിയം ഏതാണ്? ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. ഉരുക്ക് നിർമ്മാണ പ്രക്രിയ അറിയാമോ? ഉരുക്കിൻ്റെത് ബേസിമർ പ്രക്രിയ. ഉരുക്കിൻ്റെത് ഏതാണ്? ബേസിമർ പ്രക്രിയ. അത് എത്രയെന്ന് നോക്കിയിട്ട് വരണേ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം. സൾഫറിന്റെ അമോണിയ, ക്ലോറിൻ, നിക്കല്, ഹൈഡ്രജൻ അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ക്ലോറിൻ്റെത് മറന്നു കൊടുത്ത ഡീക്കൻസ് പ്രക്രിയ. DDT ഒക്കെ ഡീക്കൻസ് പ്രക്രിയയിലാണ് നമ്മൾ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നതെന്നാണ്. ലോക വ്യാപാരമായിട്ട് നിങ്ങൾക്ക് കയറി വരാം. 1995 ജനുവരി 1. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ അല്ലെ. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാവുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി ഇതേ ഡേറ്റ് തന്നെ 1995 ജനുവരി 1. അപ്പം 1948 ഗാട്ട് എന്ന് പറയുന്നതാണ് ഈ ലോക വ്യാപാര സംഘടനയായി 95 മാറുന്നത് കേട്ടോ. അപ്പം ലോക വ്യാപാര സംഘടന WTOയുടെ ആസ്ഥാനം എവിടാന്ന് ചോദിച്ചാൽ എവിടെയാണ്? ജനീവയിലാണ് നമ്മൾ പറയേണ്ടത്. WHO ആസ്ഥാനവും ജനീവയാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. അതുപോലെ ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുമ്പ് ഒരാളില്ലായിരുന്നു, സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്, അതിന്റെ ആസ്ഥാനവും ജനീവയിലാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുമ്പത്തെ സംഘടനയാണ് നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം. അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും ജനീവയാണ്. അപ്പൊ ലോക വ്യാപാര സംഘടന എന്നാ വന്നത്? 1995 ജനുവരി 1. ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടാ? ലോകബാങ്കിന്റെ ആസ്ഥാനവും IMFന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC ആണ്. ലോകബാങ്കിന്റെ ആസ്ഥാനവും IMFന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC ആണ്. അതൊന്ന് ഓർത്ത് വെക്കണേ. എന്നാണ് WTO വന്നത്? 1995 ജനുവരി 1. WTOയുടെ ആദ്യകാല നാമം ഏതാണ്? ഗാട്ട്. ആദ്യകാല നാമം ഏതെന്ന് ചോദിച്ചാൽ ഗാട്ട്. ഇന്ത്യ എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത്? 8ാം പഞ്ചവത്സര പദ്ധതി WTOയിൽ അംഗമായി. ഏത് വർഷം? ഇതേ ഡേറ്റ് തന്നെ 95 ജനുവരി
1. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യക്ക് എന്താ പ്രത്യേകത? നമ്മുടെ ജനകീയ ആസൂത്രണം കൊണ്ടുവന്നു. ജനകീയ ആസൂത്രണം എത്രാം പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. അന്നല്ലേ കുടുംബശ്രീ വരുന്നത്? 9ാം പഞ്ചവത്സര 1998 മെയ് മാസം 17 അല്ലെ? കുടുംബശ്രീ വന്ന ഡേറ്റ് എന്നാണ് 1998 മെയ് മാസം 17. മലപ്പുറം ജില്ലയിൽ AV വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. ICDS പദ്ധതി എന്നാണ് വരുന്നത്. ICDS പദ്ധതി അത് 1975 ഒക്ടോബർ 2 അല്ലെ? ICDS പദ്ധതി എന്നാണ് വരുന്നത്. ICDS അംഗനവാടിയുമായി ബന്ധപ്പെട്ട ICDS പദ്ധതി ഇന്ദിരാഗാന്ധി സർക്കാരാണ് കൊണ്ടുവരുന്നത് കേട്ടോ. 75 ICDS പദ്ധതി വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിൽ കേട്ടോ. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കുടുംബശ്രീ വന്നു. ICDS പദ്ധതി വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയിലല്ലേ ഇന്ദിരാഗാന്ധി ഗരീബി ഘടാവോ പറഞ്ഞത്? ഗരീബി ഘടാവോ, പിന്നെ ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി, വൈദ്യുത നിയമം, ഇതൊക്കെ കൊണ്ടുവരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിൽ. ആരാണ് കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ പഠിച്ചു വെച്ചേരാണ് മൈ ട്രൂത്ത്. മൈ ട്രൂത്ത് ആരുടെ ആത്മകഥയുടെ? ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് മൈ ട്രൂത്ത്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെ. ജവഹർലാൽ നെഹ്റുവിന്റെ EMSന്റെ ഒക്കെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും പ്രധാന കൃതി ഏതാണെന്നറിയാമോ? ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യ, വിശ്വചരിത്ര അവലോകനം, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ കേട്ടോ. ഡിസ്കവറി ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ഇതൊക്കെ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ജവഹർലാൽ നെഹ്റുവിന്റെ പൂർണ്ണ സ്വരാജ് പ്രമേയം ഏത് വർഷമോ? നല്ലൊരു ക്വസ്റ്റ്യൻ, പ്രിലിംസിന് എപ്പോഴും ചോദിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനം അല്ലെ? പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 29 ലാഹോർ. അതിലൂടെയാണ് തൊട്ടടുത്ത വർഷം എന്താ ആചരിച്ചത്? നമ്മുടെ നിയമലംഘന സമരമൊക്കെ നടത്താൻ തീരുമാനിച്ചത്. ഗാന്ധിജി 3 ജനകീയ സത്യാഗ്രഹങ്ങളല്ലേ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളൂ? ഗാന്ധിജി നടത്തിയ 3 ജനകീയ സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാ? 1 20 നിസ്സഹകരണ പ്രസ്ഥാനം, 2 30 നിയമലംഘന പ്രസ്ഥാനം, 3 42 ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ? 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ 3 ജനകീയ സത്യാഗ്രഹങ്ങൾ. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കൃതി ഹിന്ദു സ്വരാജ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇറക്കിയ പത്രം ഏതാ? ദക്ഷിണാഫ്രിക്കയിൽ ഇറക്കിയ പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ഏതാ? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർധ പദ്ധതി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി ഏതാ? നയീ തലീം അല്ലെ? നയീ തലീം പദ്ധതിയാണ് ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി. അതുപോലെ ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് ഭാഷയിൽ ചോദിച്ചിട്ടുണ്ട്? ഏതാണെന്നറിയാമോ? ഗുജറാത്തി ഭാഷയിലാണ്. ഗാന്ധിജി ആദ്യമായി പൊതുവേദിയിൽ വന്നത് എന്നാന്ന് ചോദിച്ചിട്ടില്ലേ? ഗാന്ധിജി ആദ്യമായി പൊതുവേദിയിൽ വന്നത് 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കേട്ടോ. 16 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പൊതുവേദിയിൽ വന്നത്. ഈ 16 ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത്. ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് 2 പേർ ചേർന്നല്ലേ? ആനി ബസന്റും ബാലഗംഗാധര തിലകനും. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ എവിടെയാണ്? ബാലഗംഗാധര തിലകൻ പൂനെയിലുമാണ്. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലും. ആനി ബസന്റിന്റെ 2 പത്രങ്ങൾ പറഞ്ഞേ. ന്യൂ ഇന്ത്യയും കോമൺവീലും. ന്യൂ ഇന്ത്യ കോമൺവീൽ ആനി ബസന്റിന്റെ. ബാലഗംഗാധര തിലകന്റെയോ? കേസരിയും മറാത്തയും അല്ലെ? കേസരി ഇംഗ്ലീഷ് ഭാഷയിലും കേസരി മറാത്ത ഭാഷയിലും മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ബാലഗംഗാധര തിലകന്റെ 2 പത്രങ്ങൾ തിരിഞ്ഞായി വരേണ്ടത്. കേസരി ഏത് ഭാഷയിലാണ്? മറാത്ത ഭാഷയിലും. മറാത്ത എന്ന പത്രം ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പം ബാലഗംഗാധര തിലകന് പൂനെയിലും ആനി ബസന്റ് അടയാറിലും എന്ത് സ്ഥാപിച്ചത്? ഹോം റൂൾ ലീഗ്. ഏത് വർഷമാ ഹോം റൂൾ ലീഗ്? 1916. 16 വേറൊരെണ്ണം പറഞ്ഞേ. 16 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 16 നമ്മൾ പറയുന്നത്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചതും കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചതും ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായിട്ട് കണ്ടുമുട്ടിയതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ 1916 ലക്നൗ സമ്മേളനമാണ്. ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? ലക്നൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഗോമതി. ഗോമതി. ലക്നൌവിലെ 1857 വിപ്ലവത്തിൽ വിപ്ലവം നയിച്ചതാര? ലക്നൌവിന് നേതൃത്വം കൊടുത്തതാര? ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ? 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാ? ലക്നൌ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം
സംസ്ഥാനമാണ് ലക്നൗ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയതും പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളതും ലോകസഭാ മണ്ഡലങ്ങളും രാജ്യസഭാ മണ്ഡലങ്ങളും സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളും ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശ്. അപ്പൊ ജനസംഖ്യ, പട്ടികജാതിക്കാർ, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, ഇത് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പിന്നെയുണ്ട് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശാണ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ. പഞ്ചസാര ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ. ഗോതമ്പ്, കരിമ്പ്, പഞ്ചസാര, ബാർലി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ് ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അറിയാമോ? പട്ടികവർഗക്കാർ മധ്യപ്രദേശിലാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശ്. വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. വനം ഏറ്റവും കൂടുതൽ കേട്ടോ. പക്ഷെ ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ മിസോറാമിലാണ്. വനം ഏറ്റവും കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടെ? മിസോറാം. വനം കുറവുള്ള സംസ്ഥാനം ഏതാണ്? വനം കുറവുള്ള സംസ്ഥാനം ഹരിയാന. വനം ഏറ്റവും കുറവും ശതമാനാടിസ്ഥാനത്തിൽ കുറവ് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെയാണ്? ഹരിയാനയിലാണ് വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1. എവിടെ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ പത്രങ്ങൾ ജോഡികൾ തെറ്റായത് ഏതെന്ന്? നാഷണൽ ഹൊറാൾഡ് എന്ന പത്രം ജവഹർലാൽ നെഹ്റു, ശരിയാണ് അല്ലെ. നേഷൻ എന്ന പത്രം സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. അവിടെ അല്ല, ഇത് ബംഗാളി എന്ന പത്രമാണ്. ബംഗാളിയാണ് അദ്ദേഹത്തിൻ്റെത് അല്ലെ. സുരേന്ദ്രനാഥ് ബാനർജിയുടേത് ബംഗാളി പത്രമാണ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെയാണ് നേഷൻ. അൽ ഹിലാലും അൽ ബലാഖും ആരുടെയാ? മൗലാന അബുൽ കലാം ആസാദ്. ബോംബെ ക്രോണിക്കിൾ ആരുടെയാ? ഫിറോസ് ഷാ മേത്തയുടെയാ അല്ലെ. അപ്പൊ നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെയുടെ സംഘടന പറഞ്ഞേ? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. 1905 സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ഗോഖലെയുടെ സംഘടന. മിതവാദികളുടെ നേതാവ് അദ്ദേഹമല്ലേ? ആണ്. മിതവാദികളുടെ നേതാവ് അദ്ദേഹമാണ് അല്ലെ. അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാൽ ഗോഖലെ അല്ലേ നമ്മൾ പറയുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാലും മിതവാദികളുടെ നേതാവ് ആരെന്ന് ചോദിച്ചാലും സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 രൂപീകരിച്ചതും വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത്. കേരളത്തിന്റെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ NSS ആണ്. NSS എന്നാ വന്നത്? NSS 1914 കേട്ടോ. കേരളത്തിന്റെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് NSS-നെയാണ്. 1914 NSS വരുന്നത്. NSS-ന്റെ സ്ഥാപകനാരാ? മന്നത്ത് പത്മനാഭൻ അല്ലെ. ഭാരത കേസരി എന്നും കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ വിളിക്കുന്നത് ആരെയാ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചു അല്ലെ. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് 24 മന്നത്ത് പത്മനാഭൻ. അതുപോലെ വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാ ജാഥ നയിച്ചതും ആരാ? മന്നത്ത് പത്മനാഭൻ. എന്നാ വിമോചന സമരം? 59. അപ്പൊ വൈക്കം സത്യാഗ്രഹം 24 വിമോചന സമരം എന്നാണ് 59. ഓക്കെ. അപ്പൊ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ എന്നതാണ്. എന്റെ ജീവിത സ്മരണകൾ എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമല്ലേ നമ്മൾ ജീവകാരുണ്യ ദിനമായിട്ട് പറയുന്നത്? ഇന്ത്യയിലെ കേരളത്തിലെ ജീവകാരുണ്യ ദിനമായിട്ട് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എന്നാണ്? ആഗസ്റ്റ് 25. ആഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം, ജീവകാരുണ്യ ദിനമായിട്ട് പറയുന്നത്. 2-3 കൃതികൾ പറഞ്ഞേ. ചട്ടമ്പി സ്വാമികളുടെ 2-3 കൃതികൾ എപ്പോഴും ചോദിക്കുമല്ലോ. മോക്ഷപ്രദീപ ഖണ്ഡനം, പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ. മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതി പറയട്ടെ. ശ്രീനാരായണ ഗുരുവിന്റെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ദർശനമാല, ദൈവദശകം, നമ്മുടെ ജാതി മീമാംസ, ആത്മോപദേശ ശതകം അല്ലെ. അപ്പം ഏതൊക്കെയായിരുന്നു?
ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന വരി ഈ ആത്മോപദേശ ശതകത്തിലാണ്. പിന്നെ ജാതി മീമാംസ, ദർശനമാല, ദൈവദശകം ഇതൊക്കെ ആരുടെ? ശ്രീനാരായണ ഗുരുവിന്റെയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അല്ലെ. അദ്ദേഹത്തിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഏത് വർഷമായിരുന്നു? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888-ലും 87 ശിവക്ഷേത്രം വന്നു കേട്ടോ. അരുവിപ്പുറം ശിവക്ഷേത്രം ഏത് വർഷമാണ് വന്നത്? ശിവക്ഷേത്രം എന്ന് ചോദിച്ചാൽ 1887, ശിവപ്രതിഷ്ഠ എന്നു ചോദിച്ചാൽ 1888-ലാണ് നിങ്ങൾ പറയേണ്ടത്. 88-ലല്ലേ മലയാള മനോരമ പത്രം വന്നത്? ആണ് 1888-ലാണ് മലയാള മനോരമ പത്രം വരുന്നത്. കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. മാതൃഭൂമി പത്രം എവിടെ നിന്നാണ് വരുന്നത്? 1923 കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് മാതൃഭൂമി പത്രം സ്ഥാപിക്കുന്നത്. മലയാള മനോരമ പത്രം സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും മാതൃഭൂമി പത്രം സ്ഥാപിച്ചത് KP കേശവ മേനോനുമാണ് അല്ലെ. KP കേശവ മേനോൻ അല്ലേ? ആരാ KP കേശവ മേനോൻ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. കഴിഞ്ഞ കാലം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കേട്ടോ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? KP കേശവ മേനോൻ. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാ? ബാരിസ്റ്റർ GP പിള്ള അല്ലെ. ബാരിസ്റ്റർ GP പിള്ള, മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ബാരിസ്റ്റർ GP പിള്ളയുടെ. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ നേതാവ്, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓർത്തു വെച്ചിരിക്കണേ. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? 1891-ലാണ് അല്ലെ. 93 എന്താണ്? 93 അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര അല്ലെ. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര വെങ്ങാനൂര് അല്ലെ. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ്? 93. 95 എന്താ? 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം എന്ന 1895-ലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. ആരാ ശില്പി? മുല്ലപ്പെരിയാറിന്റെ ശില്പി ആരാ? ജോൺ പെന്നി കുക്ക് അല്ലെ. ജോൺ പെന്നി കുക്കാണ് മുല്ലപ്പെരിയാറിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷാ കമ്മീഷൻ ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷാ കമ്മീഷൻ ആനന്ദ് കമ്മീഷൻ. ആനന്ദ് കമ്മീഷൻ. അപ്പൊ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ വലിയ അണക്കെട്ട് ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണ്. കേരളത്തിലെ വലിയ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ മലമ്പുഴ അണക്കെട്ടാണ്. ഏത് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട്? പാലക്കാട്. ഏത് നദിയിലാ? ഭാരതപ്പുഴ. പാലക്കാട് ഭാരതപ്പുഴയിലാണ് മലമ്പുഴ അണക്കെട്ട്. അപ്പൊ ആദ്യത്തത് മുല്ലപ്പെരിയാറും വലുതേതാണ്? വലുതേതെന്ന് വെച്ചാൽ മലമ്പുഴ. ജലവൈദ്യുത പദ്ധതിയോ? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 1940 ചിത്തിര തിരുനാളിന്റെ കാലത്ത് പള്ളിവാസൽ അല്ലെ. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയോ? അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. 1975 വന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 75-ലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി വരുന്നെങ്കിലും രാജ്യത്തിന് സമർപ്പിക്കുന്നത് 76-ലാണ് കേട്ടോ. 76-ലാണ് ഇടുക്കി ജലവൈദ്യുത. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം കാനഡയായിരുന്നു കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച വിദേശ രാജ്യം ഏതാണ്? കാനഡയാണ്. ചൈന നമ്മൾ പഠിച്ചിട്ടില്ലേ? ചൈന. കോഴിക്കോട് ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. കോഴിക്കോട് ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിക്കുന്നത് അല്ലെ. കോഴിക്കോട്. ഈ കോഴിക്കോടല്ലേ മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ഏതാ? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി അല്ലെ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി 1972 വന്ന കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കോഴിക്കോട് ജില്ലയിലാണ്. കുറ്റ്യാടിപ്പുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ. കേരളത്തിന്റെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ. കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാ? ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മാഹിപ്പുഴ അഥവാ മയ്യഴിപ്പുഴ അല്ലെ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മാഹിപ്പുഴ അഥവാ മയ്യഴിപ്പുഴ. മയ്യഴിയുടെ കഥാകാരൻ ആരാ? മയ്യഴിയുടെ കഥാകാരൻ ഇപ്പൊ നിയമസഭാ പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് കിട്ടിയായിരുന്നല്ലോ. ഏതായിരുന്നു? മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ അല്ലെ. എം മുകുന്ദൻ അദ്ദേഹത്തിന്റെയാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ അദ്ദേഹത്തിന്റെ ഏതാ? നൃത്തം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം. അദ്ദേഹത്തിന്റെ 2-3 ഇമ്പോർട്ടന്റ് കൃതികൾ പറഞ്ഞ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ദൈവത്തിന്റെ വികൃതികൾ, ഡൽഹി ഗാഥകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ആരുടെയാ? എം മുകുന്ദന്റെ. അപ്പൊ മയ്യഴിയുടെ കഥാകാരനാരെന്ന് ചോദിച്ചാൽ എം മുകുന്ദൻ അല്ലെ. നിളയുടെ കഥാകാരനാരാ? നിളയുടെ MT വാസുദേവൻ നായർ അല്ലെ. MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ ചോദിച്ചാൽ MT വാസുദേവൻ നായർ. കോഴിക്കോടിന്റെ കഥാകാരൻ ആരാന്നറിയാമോ? കോഴിക്കോടിന്റെ SK പൊറ്റക്കാട്. SK പൊറ്റക്കാടാണ് സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന കോഴിക്കോടിന്റെ കഥാകാരൻ. മിഠായി തെരുവിലെ ഫ്രണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രതിമയൊക്കെ ഇല്ലേ? SK പൊറ്റക്കാടിന്റെയാണ്. SK പൊറ്റക്കാടാണ് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ജ്ഞാനപീഠം നേടുന്ന നോവലിസ്റ്റ്. ഉണ്ടോ? നോവലിസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ജ്ഞാനപീഠം നേടിയ ആദ്യം മലയാള കവിയാരെന്ന് ചോദിച്ചാൽ G ശങ്കരക്കുറുപ്പ്. 1965 ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു അല്ലെ ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള കവിയാരാണ്? G ശങ്കരക്കുറുപ്പ്. 65 മലയാളികൾ ഒന്ന് പറഞ്ഞേ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ 65 G ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ. 65 G ശങ്കരക്കുറുപ്പ് ഓടക്കുഴലിനും 80 SK പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥയും. പിന്നെ കൃതികളില്ല, സമഗ്ര സംഭാവനയാണ്. 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV, 2019 ഏതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലെ. ഈ ജ്ഞാനപീഠ പുരസ്കാര തുക 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാര തുക. പക്ഷെ സരസ്വതി സമ്മാനം 15 ലക്ഷം രൂപയാണ് അല്ലെ. 15 2023 സരസ്വതി സമ്മാനം മലയാളിക്കാണ് കിട്ടിയത്. ആർക്കായിരുന്നു 2023 സരസ്വതി സമ്മാനം? പ്രഭാവർമ്മയുടെ രൗദ്ര സാധികം അല്ലെ. പ്രഭാവർമ്മയുടെ രൗദ്ര സാധികത്തിനാണ് സരസ്വതി സമ്മാനം 2023 ലഭിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ സരസ്വതി സമ്മാനം ലഭിച്ചത്. മലയാള കൃതികളെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾ, പത്രങ്ങളെ കുറിച്ചാണ്. പത്രങ്ങളെല്ലാം ഒന്ന് നോക്കിയേക്കണേ. അൽ ഹിലാൽ അൽ ബലാക്കാരുടെ മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനം, നവംബർ 11 അല്ലെ. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഏതെന്ന് വെച്ചാൽ, താഴെ പറയുന്ന ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതികളിൽ തെറ്റായ ജോഡി ഏത്? ഒന്ന് ശ്രദ്ധിക്കാം. ഏതൊക്കെയാണ് ഇതിൽ? തെറ്റ് ഏതാന്ന് നോക്കാം. ബെഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിൽ. ശരിയാണോ തെറ്റാണോ? ബെഗ്ലിഹാർ ചിനാബ് നദിയിൽ അല്ലെ. 2 എണ്ണം ഉണ്ട് അല്ലെ. ബെഗ്ലിഹാർ അണക്കെട്ടും ദുൽഹസ്തി പവർ പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? രണ്ടും ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ബെഗ്ലിഹാറും ദുൽഹസ്തി പവർ പ്രോജക്റ്റും ഏത് നദിയിലാണ്? ചിനാബ്. സിന്ധു നദിയുടെ പോഷക നദിയല്ലേ ചിനാബ്? ആണ്. സിന്ധുവിന്റെ പോഷക നദിയാ ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് ഒക്കെ കേട്ടിട്ടില്ലേ? വലുത് ചിനാബാണ്, ചെറുത് ബിയാസ് ആണ്. ബിയാസ് കേട്ടിട്ടുണ്ടോ? ബിയാസ്. പോങ് അണക്കെട്ട് ഏത് നദിയിൽ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? പോങ്, ഹിമാചൽ പ്രദേശിലെ പോങ് അണക്കെട്ട് ബിയാസ് നദിയിലെ. അതുപോലെ കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാ? ബിയാസ് ആണ്. കുളു മണാലി താഴ്വരയിൽ. അപ്പൊ ചിനാബ് പഠിച്ചേ. ബെഗ്ലിഹാർ അണക്കെട്ടും ദുൽഹസ്തി പവർ പ്രോജക്റ്റും ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. ഉറി പവർ പ്രോജക്റ്റ് നേരിട്ടുണ്ടോ? ജമ്മു കാശ്മീർ ഉറി ചലം നദിയിലാണ്. ചലം. അതുപോലെ പരീക്ഷയ്ക്ക് ശ്രീശൈലം പ്രോജക്റ്റ് കൃഷ്ണ നദി. ശരിയാണ്, കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം പ്രോജക്റ്റ്. കൃഷ്ണ നദിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദി തൊട്ട് താഴെ കിടക്കുന്നുണ്ട്. അപ്പൊ അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയാണ് പറയേണ്ടത്. കാവേരിയാണോ? അല്ല, അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയാണ് പറയേണ്ടത്. ഓംകാരേശ്വർ അണക്കെട്ട് നർമ്മദ. ശരിയാണ്, ഓംകാരേശ്വർ മധ്യപ്രദേശിലെ ഓംകാരേശ്വർ അണക്കെട്ട് നർമ്മദ. വേറൊന്നും പറഞ്ഞ നർമ്മദയ്ക്ക് സർദാർ സരോവർ പദ്ധതി നർമ്മദ നദിയിലാണ് അല്ലെ. സർദാർ സരോവർ അണക്കെട്ടും ഓംകാരേശ്വർ അണക്കെട്ടും നർമ്മദ നദിയിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ഇന്ത്യൻ നദി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നർമ്മദ തന്നെയാണ് അല്ലെ. നമ്മുടെ സർദാർ സരോവറിന്റെ പ്രതിമ ഏത് നദിയിൽ എന്നൊക്കെ ചോദിച്ചാലും, ഏത് നദിയുടെ തീരത്ത് എന്നൊക്കെ ചോദിച്ചാലും നർമ്മദ നദി. കക്രപ്പാറ പദ്ധതി ഏത് നദിയിലാണ്? കക്രപ്പാറ, ഗുജറാത്തിലെ കക്രപ്പാറ കേട്ടില്ലേ? താപ്തി. കക്രപ്പാറ, ഉകായി കേട്ടോ. കക്രപ്പാറ ഉകായി പദ്ധതിയും താപ്തി നദിയിലാണ് നമ്മൾ പറയേണ്ടത്. ഹിരാക്കുഡ് അണക്കെട്ടോ? ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. തെഹരി അണക്കെട്ടോ? തെഹരി അണക്കെട്ട് ഭഗീരഥി
ഭാഗീരഥി നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ടോ സത്ലജ് നദിയിൽ. അപ്പൊ ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദി, തെഹരി അണക്കെട്ട് ഭഗീരഥി, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. സർദാർ സരോവർ ഏതിലായിരുന്നത്? നർമ്മദ നദി. അലമാട്ടി അണക്കെട്ട് ഏത് നദിയില? അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയില അല്ലെ. നാഗാർജുന സാഗർ അണക്കെട്ടും കൃഷ്ണ നദിയില. നാഗാർജുന സാഗർ അണക്കെട്ട്. പക്ഷെ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി നദിയില. അവിടെ തെറ്റിപ്പോരുത് കേട്ടോ. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? അർജുനൻ വരുമ്പോ നിങ്ങൾ കൃഷ്ണന് കൊടുത്തോ. നാഗാർജുനൻ, അർജുനൻ വരുമ്പോ കൃഷ്ണന് കൊടുക്കണം. പക്ഷെ കൃഷ്ണന്റെ പേര് തുടങ്ങുന്നത് കൃഷ്ണന് കൊടുക്കണ്ട. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി നദിയിലാണ് പറയേണ്ടത്. മേട്ടൂർ അണക്കെട്ട് കാവേരിയില കേട്ടോ. മേട്ടൂർ അണക്കെട്ട് ഏതാണ്? കാവേരി നദിയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റിലെ 1902 ആദ്യ ജലവൈദ്യുത പദ്ധതി വരുന്നത് ശിവസമുദ്രം, അതും കാവേരി നദിയിലാണ്. ശിവസമുദ്രം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? കാവേരി നദിയിൽ. കാവേരിയുടെ 2 പോഷക നദികളല്ലേ? കബനി, അമരാവതി ആണ്. കബനി, അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. ഭീമയും തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാ? ഭീമ, തുംഗഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദിയാ ഭീമയും തുംഗഭദ്രയും. അതുപോലെ ശബരി, ഇന്ദ്രാവതി, പെൻഗംഗ ഇതൊക്കെയോ ഗോദാവരിയുടെ അല്ലെ. ശബരി, ഇന്ദ്രാവതി, പെൻഗംഗയൊക്കെ ഏത് നദിയുടെ? ഗോദാവരി നദിയുടെ പോഷക നദിയെ. ഇബ്, ടെല്ല്, ഷിയോനാഥ് ഇതൊക്കെയോ? ഇബ്, ടെല്ല്, ഷിയോനാഥ് ഇതൊക്കെ മഹാനദിയുടെ പോഷക നദികളാണ് അല്ലെ. മഹാനദിയുടെ പോഷക നദി. അനർ, ഗിർണ ഇതൊക്കെ താപ്തി നദിയുടെ പോഷക നദിയാണ്. അനർ, ഗിർണയൊക്കെ താപ്തി നദിയുടെ. ഹിരൺ, താവ ഇതൊക്കെ നർമ്മദയുടെ. ഹിരൺ, താവയൊക്കെ ഏത് നദിയുടെ? നർമ്മദയുടെ. നല്ലൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ദിരാഗാന്ധി കനാൽ ഏത് നദിയിലാണ്? ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ ഏത് നദിയിലാ? സത്ലജ് നദിയിലാണ് കേട്ടോ. സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ഫറാക്ക ബാരേജ് ഗംഗാ നദിയിലാണ് കേട്ടോ. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഗംഗാ നദി. അപ്പൊ അലമാട്ടി അണക്കെട്ട് കൃഷ്ണ നദിയിലാണ്. ഇവിടെ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് അല്ലെ. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്ന് വരുന്നത് ആരാ? കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്നും നമ്മുടെ കാവേരി നദിയാണ് വരുന്നത്. കാവേരി നദിയാണ് ഒഴുകുന്നത്. മംഗലാപുരത്തിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? മംഗലാപുരത്തിന്റെ തീരത്തൂടി നേത്രാവതി. നേത്രാവതി. ഹംപിയുടെ തീരത്തൂടി ഏത് നദിയാ? ഹംപിയുടെ തീരത്തൂടി തുംഗഭദ്ര. ഹംപിയുടെ തീരത്തൂടി ഏതാണ്? തുംഗഭദ്രയാ അല്ലെ. അയോധ്യയുടെ തീരത്തൂടിയോ? അയോധ്യയുടെ തീരത്തുകൂടി സരയു. സരയു. കാർഗിലിന്റെ തീരത്തൂടിയോ? സുരു. കാർഗിലിന്റെ തീരത്തൂടി സുരു. സിയാച്ചിന്റെ തീരത്തൂടിയോ? നൂബ്ര. നൂബ്രയാണ് അല്ലെ. അതുപോലെ മരുഭൂമിയിലൂടെ ഒഴുകുന്നത്, റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്നത് ലൂണി. മരുഭൂമിയിലൂടെയും റാൻ ഓഫ് കച്ചിലൂടെ ഒക്കെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഭാഗം ഏതെന്ന് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? നല്ലൊരു ക്വസ്റ്റ്യൻ. ദേശീയ ജലപാത 2 ആകുമ്പം ഏതാണ്? 1 ഏറ്റവും വലിയ ദേശീയ ജലപാത അല്ലെ. ദേശീയ ജലപാത ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാലും ആദ്യത്തേത് ഏതെന്ന് ചോദിച്ചാലും NW1 ആണ്. അപ്പൊ ഇത് 1 മനസ്സിലായി. ഏതാ? അലഹബാദ്, ഹാൽഡിയ അല്ലെ. NW1 ഏതാണ്? അലഹബാദ്, ഹാൽഡിയ. 3 നദികളിലായിട്ടാ. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലിയാണ് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 സാദിയ, ദുബ്രി. സാദിയ, ദുബ്രി അല്ലെങ്കിൽ ദുബ്രി എന്നൊക്കെ പറയാം കേട്ടോ, ആസാമിലെ. അപ്പൊ ദേശീയ ജലപാത 2 ഏതാണ്? സാദിയ, ദുബ്രി. ഒരു നദിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 2 ഏത് നദി? ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 നമ്മളെ കേരളക്കാരുടെ. ഏതാണ് ദേശീയ ജലപാത 3? കൊല്ലം, കോഴിക്കോട്. കൊല്ലം, കോട്ടപ്പുറം എന്ന് വന്നാലും എഴുതണം കേട്ടോ. ഓപ്ഷനിൽ 2 ഉണ്ടെങ്കിൽ കോഴിക്കോട് എഴുതാവൂ. കൊല്ലം, കോട്ടപ്പുറം, ഇപ്പൊ നീട്ടി കോഴിക്കോട് എന്നൊക്കെ. അപ്പൊ ദേശീയ ജലപാത 3. ഇതിനൊരു വിശേഷണമുണ്ട്, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ദേശീയ ജലപാത 5 ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ദേശീയ ജലപാത 5 ഏത് പറയാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നത്. 5 ഞാൻ എന്താണെന്ന് പറയാം. അതിനു മുമ്പ് സി ഓപ്ഷൻ നോക്കേ. കാക്കിനാഡ, പുതുച്ചേരി. അത് എത്രയാണെന്നറിയാമോ? ദേശീയ ജലപാത 4 ദേശീയ ജലപാത 4 കാക്കിനാഡ, പുതുച്ചേരി. 2 നദികളിലാണ്, ഗോദാവരിയും കൃഷ്ണയും. ഗോദാവരിയും കൃഷ്ണയും. ഇനി ദേശീയ ജലപാത 5 കിടക്കുന്നത്
ഏതായിരുന്നു? താൽച്ചർ മുതൽ ധാമ്ര വരെ, അതായത് ഒഡീഷയിലെ താൽച്ചറും പശ്ചിമ ബംഗാളിലെ ധാമ്ര വരെയാ. ഈ രണ്ട് നദിയില്ല, ബ്രാഹ്മിണി നദിയും മഹാനദി നദിയും. ബ്രാഹ്മിണിയിലും മഹാനദിയിലും ഒരെണ്ണവും കൂടെ പഠിച്ചേരെ. ദേശീയ ജലപാത 6 കൂടെ പഠിച്ചേരെ. ലക്കിപ്പൂർ മുതൽ ബാങ്ക്ര വരെയാണ് ദേശീയ ജലപാത. ബറാക്ക് നദിയിലാണ് കേട്ടോ, ബറാക്ക് നദിയിൽ. അപ്പൊ നമുക്ക് 6 ഒന്നും കൂടെ ഒന്ന് പറയാം. ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദിയില്, അല്ലെങ്കിൽ ഗംഗ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ അത് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ദേശീയ ജലപാത 1 അലഹബാദ്, ഹാൽഡിയ. ദേശീയ ജലപാത 2 സാദ്യ മുതൽ ദുബ്രി വരെ, ഏത് നദിയിൽ? ബ്രഹ്മപുത്ര നദിയിൽ. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട്, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ദേശീയ ജലപാത 4 കാക്കിനാട, പുതുച്ചേരി, ഗോദാവരി, കൃഷ്ണ നദിയിൽ. ദേശീയ ജലപാത 5 താൽച്ചർ മുതൽ ധാമ്ര വരെ, 2 നദിയിൽ, ബ്രാഹ്മിണി നദിയും മഹാനദിയും. ദേശീയ ജലപാത 6 ലക്കിപ്പൂർ മുതൽ ബാങ്ക്ര വരെ, ലക്കിപ്പൂർ, ബാങ്ക്ര, ബറാക്ക് നദിയിലാണ്. ഏതാണ്? ബറാക്ക് നദിയിൽ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ ഒരു പോർഷൻസ് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് 4 ചോദിച്ചു. കാക്കിനാട, പുതുച്ചേരി എത്രാന്ന് ചോദിച്ചു. അപ്പൊ NW 4. ചിലവർ ആദ്യത്തെ മാത്രമേ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് 1 തന്നെയാണ്. ഉൾനാടൻ ജല അതോറിറ്റി വന്ന വർഷവും കൂടെ പഠിച്ചേരുടെ. ഉൾനാടൻ ജല അതോറിറ്റി വന്നത് 1986 കാലഘട്ടത്തിലാണ് കേട്ടോ. ഉൾനാടൻ ജല അതോറിറ്റി വന്നത് ഓർത്ത് വെച്ചിരിക്കണേ. അത് നല്ലൊരു പോയിന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. അപ്പോൾ ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. അടുത്ത ചോദ്യം നോക്കേ. സന്താൾ കലാപം നടന്ന വർഷം എന്നാണ്. സന്താൾ കലാപം നടന്ന വർഷം. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാ. സന്താൾ കലാപം, നമുക്ക് ഓരോ ഓപ്ഷനും ഓരോ കലാപമാണെന്ന് അറിയാം. ഏതൊക്കെയാണ്? സന്താൾ കലാപം 1ാമത്തെ നോക്കാം. 1806. ഏതാണ്? 1806 വെല്ലൂർ കലാപമാണ്. 1806 ഏതാണ്? വെല്ലൂർ കലാപം. തമിഴ്നാട്ടിൽ സൈനികരുടെ ആദ്യത്തെ കലാപം ഏതെന്നൊക്കെ ചോദിച്ചാൽ വെല്ലൂർ കലാപം 1806. 1817 ഏതാണ്? നമ്മുടെ പൈക്ക കലാപം അല്ലെ. ഇപ്പൊ ഇതാണ് 1ാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് പറയാറില്ലേ, പൈക്ക കലാപം. ഒഡീഷയിൽ നടന്ന പൈക്ക കലാപം 1817. സന്താൾ കലാപം നടന്നത് എന്നാണ്? 1855. സന്താൾ കലാപം നടന്നത് 1855. അപ്പൊ 1859 ഏതാ? ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപം നടന്നത് എവിടെയാണ്? 1855 ഇൻഡിഗോ കലാപം. അപ്പൊ 1806 വെല്ലൂർ കലാപം, 1817 പൈക്ക കലാപം, 1855 സന്താൾ കലാപം. സന്താൾ കലാപിന്റെ നേതാക്കൾ ആരൊക്കെയാണ്? സിദ്ധു കാനു അല്ലെ. സിദ്ധു കാനു ആണ് സന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരെന്ന് ചോദിച്ചു. 1859 ഇൻഡിഗോ കലാപം അല്ലെ. ഇൻഡിഗോ കലാപം മറന്നു പോരുതേ. ഈ 59 നമ്മുടെ കേരളത്തിൽ ഒരെണ്ണം നടന്നായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ചാനാർ ലഹള അല്ലെ. ചാനാർ ലഹള നടന്ന വർഷം എന്തെന്ന് ചോദിച്ചാലും 1859 ചാനാർ ലഹള നടന്നത്. അപ്പൊ ഇൻഡിഗോ കലാപവും 59 നമ്മൾ പറയേണ്ടത്. ആ ഒരു പോർഷൻസ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. വെല്ലൂർ കലാപം 1806 സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ ഈ ഒരു പ്രത്യേക പരിഷ്കാരത്തിനെതിരെയായിരുന്നു ഇത് നടന്നത്. പൈക്ക കലാപം ഒഡീഷയിലാണ്. 17 പൈക്ക കലാപം നടന്നത്. അത് തന്നെ. അടുത്തത് ആഗോള സമാധാന സൂചികയിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം എത്ര? സൂചികകളെല്ലാം ഒന്നും കൂടെ നോക്കിയിട്ട് കയറണേ പരീക്ഷക്കാളെ. അപ്പൊ ആഗോള സമാധാന സൂചികയിൽ എത്രാം സ്ഥാനം എന്നാ ചോദിച്ചേ. 126 ഏതാണ്? 126 അത് സന്തോഷ സൂചികയാണ് അല്ലെ. വേൾഡ് സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് നമുക്ക് 126. ഫിൻലാൻഡുകാരാണ് 1ാം സ്ഥാനത്ത്. 2023 നമുക്ക് 126 സ്ഥാനമായിരുന്നു സന്തോഷ സൂചികയിൽ, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലെ. സമാധാന സൂചികയിൽ 116 സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 116 2024. 2023 126 സ്ഥാനമായിരുന്നു. ഇപ്പൊ നമ്മൾ 116 സ്ഥാനത്തേക്ക് സമാധാന സൂചികയിൽ വന്നു. 1ാം സ്ഥാനം ഐസ്ലാൻഡുകാർക്കാണ് കേട്ടോ. ഐസ്ലാൻഡുകാർക്കാണ് 1ാം സ്ഥാനം ഏതെന്ന് വെച്ചു. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതിലുണ്ട്. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109. 2004 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 എത്രയാണ്? 109 സ്ഥാനവും. 2023 ചോദിച്ചാൽ 112 സ്ഥാനമേ പറയാം കേട്ടോ. 112 സ്ഥാനമാണ്. അപ്പൊ സന്തോഷ സൂചികയിൽ 126 ഇന്ത്യക്ക്. അതുപോലെ സമാധാന സൂചികയിൽ 116 സമാധാന സൂചികയിൽ നമുക്ക് വരേണ്ടത്. 109 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലാണ് 109 സ്ഥാനത്ത് വരേണ്ടത്. 2023 കണക്കുകളാണ് കേട്ടോ. സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്താരാണ്? ഫിൻലാൻഡുകാരാണ് സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത്. അതുപോലെ സുസ്ഥിര വികസന സൂചികയിലും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റിലും ഒന്നാം സ്ഥാനം ഫിൻലാൻഡിന് തന്നെ. പക്ഷെ സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡുകാർക്കാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതൊക്കെ ഒന്ന് പിന്നെ ഇതുപോലെ പ്രമേയങ്ങൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്തി തരാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം പ്രധാനമായിട്ടും തന്നിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ കുട്ടികൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ അടുത്ത കാലത്ത് പുതിയതായിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോവുക. ഏതെന്ന് ചോദിച്ചാൽ സ്നേഹപൂർവം എന്നതാണ്. സ്നേഹപൂർവം പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ എൻഡോസൾഫാൻ മൂലം വൈകല്യം ബാധിച്ചവർ കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി ഏതാ? അത് സ്നേഹ സ്വാന്തനം പദ്ധതിയാണ് കേട്ടോ. സ്നേഹ സാന്ത്വനം പദ്ധതി മറന്നുപോരുത്. എൻഡോസൾഫാറുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? സ്നേഹ സ്വാന്തനം. അശ്വമേധം പദ്ധതി ഏത് രോഗമായിരുന്നു? അശ്വമേധം പദ്ധതി കുഷ്ഠമാണ് അല്ലെ? കുഷ്ഠമാണ് അശ്വമേധം പദ്ധതി ഏതെന്ന് വെച്ചാൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ആരോഗ്യ കിരണം എന്ന് പറഞ്ഞൊരു പദ്ധതി ഇല്ലേ? ആരോഗ്യകരണം, അതായത് 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതർക്ക് അല്ലെ, 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം പദ്ധതിയാണ്. അതുപോലെ ആശ്വാസ കിരണം പദ്ധതി എന്താണ്? ഈ ശയ്യാവലംബിയായി കിടക്കുന്നവരെ പോയി പരിചരിക്കുന്നവർക്ക് ഒരു നിശ്ചിത ധനസഹായം നൽകുന്ന പദ്ധതി ഉണ്ടല്ലോ. കിടപ്പിലായ രോഗികളെ പോയി വീട്ടിൽ പോയി പരിചരിക്കും, ഗുരുതരമായ രോഗം വന്നവരെയൊക്കെ പോയി പരിചരിക്കുന്നവർക്ക് നിശ്ചിത ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം പദ്ധതിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ ഈ കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്ന ഒരു പദ്ധതിയല്ലേ കാതോരം പദ്ധതി? കാതോരം. സ്പെക്ട്രം പദ്ധതി എന്താ? സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. സുഹൃതം പദ്ധതി എന്താ? സുഹൃതം എന്ന് പറയുന്നത് അതായത് ഈ ക്യാൻസർ ചികിത്സാ പദ്ധതി, സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. മൃതസഞ്ജീവനിയോ? അവയവദാന പദ്ധതി അല്ലെ? അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടത് ഏതാ? ജീവിതശൈലി രോഗ പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അമൃതം ആരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി. അപ്പൊ സ്പെക്ട്രം പദ്ധതി പറഞ്ഞു പോരുതേ. ഓട്ടിസവുമായി ബന്ധപ്പെട്ടതാണ് സ്പെക്ട്രം. ജീവിതശൈലിയുടെ ചോദിക്കുകയെ അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി പദ്ധതി. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ആയുർദളം. ആയുർദളമാണ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ഏതെന്ന് വെച്ചാൽ ആയുർദളമാണ്. അതുപോലെ കൃത്രിമ ദന്തനിര വെച്ച് പിടിപ്പിക്കുന്ന വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തനിര വെച്ച് പിടിപ്പിക്കുന്നത് മന്ദഹാസം പദ്ധതി അല്ലെ? കൃത്രിമ ദന്തനിര വെച്ച് പിടിപ്പിക്കുന്നത് ഏതെന്ന് വെച്ചാൽ മന്ദഹാസം പദ്ധതി. അതൊക്കെ നല്ലൊരു പോയിന്റ്, അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഒന്ന് നോക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നല്ലൊരു പോർഷനിലാണ്. അടുത്തത് ഒരു കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടത് കിട്ടുമോ നോക്കെ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ തെറ്റായത് ഏതെന്ന്? അറ്റോർണി ജനറൽ, ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അല്ലേ? ശരിയാണ്, അറ്റോർണി ജനറൽ ആർ വെങ്കട്. സോളിസിറ്റർ ജനറൽ ഇപ്പോഴത്തെ ആരാണ്? സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ശരിയാണ്, സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. റിസർവ് ബാങ്ക് ഗവർണർ മാറിയോ ഇല്ലയോ? മാറി. ശക്തികാന്ത ദാസ് ഇപ്പോ മാറി, റിസർവ് ബാങ്ക് ഗവർണർ. അടുത്തേം കൂടെ നമുക്ക് നോക്കാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് മാറിയിട്ട് സഞ്ജീവ് കന്യായി അല്ലെ? സഞ്ജീവ് കന്യായി. അപ്പൊ അറ്റോർണി ജനറൽ ശരിയാണ് വെങ്കിട്ടരമണി, സോളിസിറ്റർ ജനറൽ ശരിയാണ് തുഷാർ മേത്ത, റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് മാറി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശക്തികാന്ത ദാസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർ ഒരു കാലഘട്ടത്തിൽ ഏതായിരുന്നു? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ഘട്ടമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് തന്നെയായിരിക്കും അല്ലെ? പക്ഷെ ഇപ്പൊ ഏതായിരുന്നു? സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓർത്തു വെച്ചിരിക്കണേ, മൽഹോത്രയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശക്തികാന്ത ദാസ് തന്നെയായിരിക്കും റിസർവ് ബാങ്ക് ഗവർണർ. ഇപ്പം പുതിയത് മാറിയിട്ടുണ്ട്, സഞ്ജയ് മൽഹോത്രയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാടെ? ദ്രൗപദി മുർമു അല്ലെ? ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തുകാരിയ? ഒഡീഷ. ഒഡീഷയിലെ മയൂർഭഞ്ച്കാരി. എവിടുന്ന് ഗവർണറായിരുന്നു? ജാർഖണ്ഡ് ഗവർണറായിരുന്നു ഒഡീഷയിലെ മയൂർഭഞ്ച്. ഏത് ഗോത്ര വിഭാഗമാ? സന്താൾ ഗോത്ര വിഭാഗമായിരുന്നു ആരാ? ദ്രൗപദി മുർമു. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാ? ഉപരാഷ്ട്രപതി അത് ജഗദീപ് ധൻഖർ. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് അല്ലെ? ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള.
അല്ലെ. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാ? നമ്മുടെ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇന്ത്യയിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാ? മനുഷ്യാവകാശ കമ്മീഷൻ വിജയ ഭാരതി സയാനി. ആക്ടിംഗ് ആണ്, നേരത്തെ ആള് മാറി. ഇപ്പം വിജയ ഭാരതി സയാനിയാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ. വനിതാ കമ്മീഷൻ ആരാ? ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രക്തർ അല്ലെ, രഖ്തർ എന്ന് പറയുന്നതാണ്. ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ ആരാണ്? വിജയ കിഷോർ രഖ്തർ ആണ്. രേഖാ ശർമ്മ മാറിയിട്ട് വിജയ കിഷോർ രഖ്തർ. അപ്പൊ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മാറി കേട്ടോ. ദ്രൗപതി അല്ല, നമ്മള് ഗിരീഷ് ചന്ദ്ര മുർമു അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ മാറിയിട്ട് സഞ്ജയ് മൂർത്തി വന്നു. ഇപ്പൊ ആരായിരുന്നടെ? സഞ്ജയ് മൂർത്തി അല്ലെ. ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു 3 പേര് ഒരു സഞ്ജയ് വെച്ച് പഠിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഗവർണർ പുതിയത് സഞ്ജയ് മൽഹോത്ര, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇപ്പൊ അടുത്ത പഠിക്കുന്നു ഏതായിരുന്നത്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാടെ? സഞ്ജയ് മൂർത്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നമ്മുടെ സോളിസിറ്റർ ജനറൽ ആരാടെ? തുഷാർ മേത്ത. അറ്റോർണി ജനറൽ ആരാ? R വെങ്കിട്ട രമണിയാണ്. തുഷാർ മേത്ത ആയിരുന്നു ചോദിച്ചത്. അപ്പൊ ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പട്ടികജാതി കമ്മീഷൻ തലവനാരാ? ഇപ്പോഴത്തെ പട്ടികജാതി ചെയർമാൻ കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന കേട്ടോ. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ കിഷോർ മക്വാന. പട്ടികവർഗത്തിന്റെ ആരാ? ഇപ്പോഴത്തെ പട്ടികവർഗത്തിൻ്റെത് അന്തർ സിംഗ് ആര്യ. ഇപ്പോഴത്തെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അന്തർ സിംഗ് ആര്യാണ് പട്ടികവർഗം. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്നറിയാമോ? ഇപ്പോഴത്തെ ബാലാവകാശം പ്രിയങ്ക് കനുങ്കോ. പ്രിയങ്ക് കനുങ്കോ ബാലാവകാശ കമ്മീഷൻ ആരുടെ? ഇപ്പൊ ആരാണ് ഇപ്പോഴത്തെ? പ്രിയങ്ക് കനുങ്കോ ആണ് ബാലാവകാശം. ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്നറിയാമോ? ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷത്തിൻ്റെത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ഇപ്പോഴത്തെ സഞ്ജീവ് ഖന്നയാണ്. DY ചന്ദ്രചൂഡ് മാറിയിട്ട് സഞ്ജീവ് ഖന്ന. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ചിലപ്പം ഈ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാ? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ അത് ആരെന്ന് ചോദിച്ചാൽ സുമൻ ബെറി അല്ലെ. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ CEO ആരാ? ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ സുമൻ ബെറിയും, നീതി ആയോഗിന്റെ CEO ചോദിച്ചാൽ നിങ്ങൾ ആര് പറയണോടെ? ആരെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാ? S സോമനാഥ്. നമ്മുടെ ആലപ്പുഴക്കാരനായ S സോമനാഥ് ആണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചാൽ S സോമനാഥ്. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു അല്ലെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു ചോദിച്ചാൽ രാജീവ് കുമാർ ആണ് നമ്മൾ പറയേണ്ടത്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് പോണേ. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അല്ലെ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിയമസഭാ സ്പീക്കർ ആരാ? നമ്മുടെ ഇപ്പോഴത്തെ AM ഷംസീർ ആണ് നിയമസഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാ? ഗോപാലകൃഷ്ണ കുറുപ്പ്. കേരളത്തിലെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ഗോപാലകൃഷ്ണ കുറുപ്പ്. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ആണ്. യുവജന കമ്മീഷൻ കേരളത്തിൽ ഇപ്പോൾ ആരാ? M ഷാജർ. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാന്നറിയാം? ഇപ്പോഴത്തെ സ്പോർട്സ് കൗൺസിൽ U ഷറഫ് അലിയാണ്. സ്പോർട്സ് കൗൺസിൽ ആരാണ്? U ഷറഫ് അലിയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ. ഓക്കെ. കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ഉത്തർപ്രദേശുകാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാന്നറിയാമോ? അനിൽ കുമാർ. കേരള ലോകായുക്ത ആരാണ്? അനിൽ കുമാർ ആണ്. കേരള പോലീസ് മേധാവി ആരാ? ഇപ്പോഴത്തെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അല്ലെ. പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഇപ്പോഴത്തെ ബാലാവകാശ കമ്മീഷൻ കേരളത്തിൽ ആരാന്നറിയാമോ? KV മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. നിതിൻ മധുകർ ജംദാർ 39ാമത്തെ വ്യക്തിയാണ്. 38ാമത്തെ വ്യക്തിയാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേട്ടോ. അത് 38 ആശിഷ് ജിതേന്ദ്ര ദേശായി, 39 നിതിൻ മധുകർ ജംദാർ ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ PSC ചെയർമാൻ ആരാ? നമ്മുടെ PSCയുടെ ചെയർമാൻ MR ബൈജു ആണ് ഇപ്പോഴത്തെ PSC ചെയർമാൻ. വനിതാ കമ്മീഷന്റെ P സതീദേവിയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അലക്സാണ്ടർ തോമസ് ആണ്. വിവരാവകാശ കമ്മീഷന്റെ ഹരിനായരാണ്. അപ്പൊ കേരളത്തിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ V ഹരിനായർ. കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ തലപ്പത്ത് ആരായിരുന്നു? അലക്സാണ്ടർ തോമസ്. വനിതാ കമ്മീഷന്റെ P സതീദേവിയാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് റിവിഷൻ നടത്തിയിട്ട് ഹാളിലേക്ക് ഞാൻ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കേ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ
ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിന് രൂപീകരിക്കപ്പെട്ടത് ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിനെയാണ് ദേശീയ പാർക്ക് എന്ന് വിളിക്കുന്നത്. 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ട്. ഇൻസിറ്റ് കൺസർവേഷനും എക്സിറ്റ് കൺസർവേഷനും. ഇൻസിറ്റ് കൺസർവേഷനുകളാണ് വന്യജീവി സംരക്ഷണ കേന്ദ്രം, ദേശീയ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, ഹോട്ട്സ്പോട്ടുകൾ കേട്ടോ, ഹോട്ട്സ്പോട്ടുകൾ, കാവുകൾ, ഇതൊക്കെ ഇൻസിറ്റ്. എക്സിറ്റ് കൺസർവേഷനിലാണ് സുവോളജിക്കൽ ഗാർഡൻ, ബോട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഇത് മൂന്നും എക്സിറ്റ് കൺസർവേഷനിലാണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു പോയിന്റ് ആണ്. അതുപോലെ ഈ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടല്ലോ, ഇന്ത്യയിലെ പ്രധാന ഹോട്ട്സ്പോട്ടുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ 3 എണ്ണമായിരുന്നു, ഇപ്പൊ 4 എണ്ണമായി. ഏതൊക്കെയായിരുന്നു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? പശ്ചിമഘട്ടം പറയാം കേട്ടോ, വടക്ക് കിഴക്കൻ ഹിമാലയം പറയാം, ഇൻഡോ ബർമൻ മേഖല പറയാം, സുണ്ടാലാൻഡ്. അപ്പം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? 1 പശ്ചിമഘട്ടം, 2 വടക്ക് കിഴക്കൻ ഹിമാലയം, 3 ഇൻഡോ ബർമൻ മേഖല, 4 സുണ്ടാലാൻഡ്. കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിൽ ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്, കോഴിക്കോട് മലപ്പുറം ഭാഗത്തായിട്ട് കിടക്കുകയാണ്. കേരളത്തിലെ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന്. അതായത് കണ്ടോ, ദേശീയ പാർക്കിന് ഈ വരി വരുന്നത് കണ്ടോ, ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ദേശീയ പാർക്കുകൾ എന്ന് വിളിക്കുന്നത്. അത് നല്ലൊരു പോയിന്റ് ആണ്, അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണെന്ന്, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്? മീറ്റർ ആണ് അല്ലെ, മീറ്റർ ആണ് സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. ഏതെന്ന് ചോദിച്ചാൽ മീറ്റർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അത് ഏതെന്ന് ചോദിച്ചാൽ ത്വരണം, മന്ദീകരണം. ത്വരണത്തിന്റെ നെഗറ്റീവ് ഭാഗമാണല്ലോ മന്ദീകരണം. അപ്പൊ ത്വരണത്തിന്റെ യൂണിറ്റ് അഥവാ മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ സ്ക്വയർ ഏതാ? മീറ്റർ സ്ക്വയർ പരപ്പളവ് അല്ലെ, പരപ്പളവിന്റെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ സ്ക്വയർ. അതായത് വിസ്തീർണം ചോദിക്കും, അല്ലെങ്കിൽ പരപ്പളവ് എന്ന സയൻസ് ടെസ്റ്റിൽ പരപ്പളവിന്റെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ സ്ക്വയർ. പിന്നെ ഏതാ? മീറ്റർ ക്യൂബ്. വ്യാപ്തത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ ക്യൂബ്. അപ്പം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ, ത്വരണം മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അടുത്ത മീറ്റർ സ്ക്വയർ പരപ്പളവിൻ്റെത്, മീറ്റർ ക്യൂബ് ഏതാണ്? മീറ്റർ ക്യൂബ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മീറ്റർ ക്യൂബ് നമ്മുടെ വ്യാപ്തത്തിന്റെ. 2-3 യൂണിറ്റുകൾ. ഈ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാ? കപ്പലുകളുടെയും വിമാനങ്ങളുടെയൊക്കെ അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നോട്ടാണ് കേട്ടോ, നോട്ടാണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്നത്. അതുപോലെ ഈ കപ്പൽ ഗതാഗതം, വ്യോമഗതാഗതം, ഇതുമായി ബന്ധപ്പെട്ട ദൂരത്തിന്റെ യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. നോട്ടിക്കൽ മൈലാണ് നമ്മൾ പറയേണ്ടത്. അപ്പം മീറ്ററിന്റെ ത്വരണത്തിന്റെ ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ പ്രവേഗം, വേഗത, ഇതിന്റെയൊക്കെ ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പ്രവേഗം, വേഗത എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്? പ്രവേഗം, വേഗതയുടെ യൂണിറ്റ് എങ്ങനെ ചോദിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തെറ്റിപ്പോരുതേ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഏതാണ്? അത് ത്വരണം, മന്ദീകരണം എന്നൊക്കെ ചോദിച്ചാൽ. മർദ്ദത്തിന്റെ യൂണിറ്റ് ഏതാ? മർദ്ദത്തിൻ്റെത് പാസ്കൽ ആണ് അല്ലെ, പാസ്കൽ ആണ്. ഊർജത്തിന്റെ യൂണിറ്റോ? ഊർജം, പ്രവൃത്തി എന്നൊക്കെ ചോദിച്ചാൽ ഏത് പറയാം? ഊർജം, പ്രവൃത്തി, താപോർജം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ജൂൾ പറഞ്ഞാൽ മതി. ഊർജം, പ്രവൃത്തി, താപോർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ് നിങ്ങൾ പറയേണ്ടത്. അതുപോലെ പവറിന്റെ യൂണിറ്റ് ഏതാ? പവർ, വാട്ട് അല്ലെ, പവറിന്റെ യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റോ? വൈദ്യുത ചാർജ് ആകുമ്പോ കൂളോം അല്ലെ. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റോ? വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം, വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്. യന്ത്രങ്ങളുടെ പവറിന്റെ യൂണിറ്റ് ഏതാ? യന്ത്രങ്ങളുടെ പവറിന്റെ യൂണിറ്റ് കുതിരശക്തി അല്ലെ, കുതിരശക്തി, ഹോഴ്സ് പവർ എന്ന. ഒരു കുതിരശക്തി എത്ര പവറാ? വാട്ടാ? 746 വാട്ട്. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് സീമെൻസ് ആണ്. വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ഏതാ? സീമെൻസ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡേ അല്ലെ, കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡേ. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണ്ടില. ആവൃത്തിയുടെ യൂണിറ്റ് ഏതാ? ആവൃത്തി ഹെഡ്സ് അല്ലെ, ആവൃത്തിയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഹെഡ്സ്. ഒരു പക്ഷെ നിങ്ങൾക്ക് വൈദ്യുത ധാരയുടെ യൂണിറ്റ് ഏതെന്ന് ചോദിക്കാം, ആംബിയർ. വൈദ്യുത ധാരയുടെ യൂണിറ്റ് ഏതാണ്? ആംബിയർ. വൈദ്യുത ചാർജ് കൂളോം,
കൂളോം വൈദ്യുത പ്രതിരോധത്തിൻ്റെത് ഏതായിരുന്നത്? ഓം. വൈദ്യുത ചാലകതയുടെ സീമൻസ്. വൈദ്യുത ധാരയുടെ യൂണിറ്റ് ചോദിച്ചാൽ ആംബിയർ ആണ് പറയേണ്ടത്. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം. കണ്ട ദൂരമാണ് കേട്ടോ. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? പ്രകാശവർഷമാണ്. ഓർത്തു വെച്ചിരിക്കുക. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഏതാ? ലെൻസിന്റെ പവർ അളക്കുന്ന ഡയോപ്റ്റർ അല്ലെ, ഡയോപ്റ്റർ. ബലത്തിന്റെ യൂണിറ്റ് ഏതാ? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാ? തരംഗ ദൈർഘ്യം ആങ്സ്ട്രം. തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആങ്സ്ട്രം. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതാ? റേഡിയോ ആക്ടിവിറ്റി ബെക്കോറൽ അല്ലെ, ബെക്കോറൽ, ക്യൂറി, ഇതൊക്കെ നമുക്ക് റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയാം. ബെക്കോറൽ, ക്യൂറി ഒക്കെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഈ കരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാമോ? കരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം ഗ്രാഫൈറ്റ് ആണ് അല്ലെ. ഗ്രാഫൈറ്റ്. ലെഡ് പെൻസിലുകളുടെ നിർമ്മാണത്തിന് എന്താന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ എപ്പോഴും കുറവായിരിക്കും. ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ എപ്പോഴും എന്തായിരിക്കട്ടെ? കുറവായിരിക്കും. അതുപോലെ ചലന നിയമം ആരുടെയായിരുന്നു? ചലന നിയമം, ഭൂഗുരുത്വാകർഷണ നിയമം, അതുപോലെ പ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്, ഇതൊക്കെ ആരുടെയായിരുന്നു? ഐസക് ന്യൂട്ടന. സർപ്പദവി ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും ഐസക് ന്യൂട്ടൻ. 1705 സർപ്പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും ഐസക് ന്യൂട്ടനാണ് നമ്മൾ പറയുന്നത്. ഐസക് ന്യൂട്ടന്റെ ഒരു പ്രധാന കൃതിയല്ലേ ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്നത്. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഐസക് ന്യൂട്ടന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. അപ്പം അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ ആ യൂണിറ്റുകളും അളവുകളും ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല ഏതെന്ന്? അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല ഏതെന്ന് ചോദിച്ചാൽ സ്നായുക്കൾ എന്നാണ് പറയേണ്ടത്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കല ഏതാണ്? സ്നായുക്കളാണ്. ടെൻഡനുകൾ എന്താ പഠിച്ചിട്ടുള്ളത്? ടെൻഡനുകൾ അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന കല അല്ലെ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ടെൻഡനുകളാണ്. രക്തത്തിന്റെ ധർമ്മം എന്താണ്? രക്തത്തിന്റെ ധർമ്മം രോഗപ്രതിരോധം, പദാർത്ഥ സംവഹനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് ആരാണ്? രോഗപ്രതിരോധവും പദാർത്ഥ സംവഹനവും ഒക്കെ നിർവഹിക്കുന്നത് രക്തമാണ്. നാരുകല എന്താണ്? ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല അല്ലെ. ശരീരത്തിലെ ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല ഏതെന്ന് വെച്ചാൽ നാരുകല. കണ്ണിനെ തൽസ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നു, വൃക്കയെ തൽസ്ഥാനത്ത് നിർത്തുന്നു, ഇതൊക്കെ ആരാ? നാരുകലയാണ് അല്ലെ. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാ? ഏത് കലയാ ശരീരത്ത്? യോജക കലയാണ്. ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? യോജക കല. യോജക കലയ്ക്ക് അകത്താണ് ഇവരെല്ലാം വരുന്നത്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം, ടെൻഡനുകൾ, സ്നായുക്കൾ. അപ്പൊ ടെൻഡനും സ്നായുക്കളും തെറ്റരുത് കേട്ടോ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ചു പോകുന്നത് സ്നായുക്കളാണ് അല്ലെ. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അല്ലെ. പേശികളെ കുറിച്ചുള്ള പഠനമോ? പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി എന്ന് വിളിക്കുന്നു. മയോളജി. ഈ കരളിനെ കുറിച്ചുള്ള പഠനം ഏതാ? കരള് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജി. ഹൃദയമാവുമ്പോൾ കാർഡിയോളജി. മസ്തിഷ്കമാവുമ്പോഴോ ഫ്രിനോളജി. ഹൃദയം കാർഡിയോളജി, മസ്തിഷ്കം ഫ്രിനോളജി, വൃക്ക നെഫ്രോളജി, കരള് ഹെപ്പറ്റോളജി. കരൾ ഏതാണ്? ഹെപ്പറ്റോളജി. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? യോജക കല. യോജക കലയാണ് ഏറ്റവും കൂടുതലുള്ള കല. നാഡീകല എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുക, പേശികളെ നിയന്ത്രിക്കുകയും സങ്കോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കല ഏതെന്ന് ചോദിച്ചാൽ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കലയാണ് പേശീകല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആവരണകല ശരീരത്തെ മൊത്തം ആവരണം ചെയ്തിരിക്കുന്ന കല ഏതെന്ന് ചോദിച്ചാൽ ആവരണകല. ശരീരത്തിൽ ഈ കോശങ്ങളുടെ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് അറിയാമോ? പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. റൈബോസോം ആണ് പ്രോട്ടീൻ ഫാക്ടറി കേട്ടോ. ഈ കോശത്തിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയോൺ ആണ് അല്ലെ. ഊർജ നിലയം, പവർ ഹൗസ്, കരള്, തലച്ചോറ്, പേശികളിലൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ഇവിടെയൊക്കെ കൂടുതലുള്ളതാണ് ഈ മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത്. കോശത്തിന് ഈ ജലം, ലവണം, വിസർജ്യ വസ്തുക്കളൊക്കെ സംഭരിക്കുന്ന ഭാഗം ഫേനമാണ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം ഏതാണ്? ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്നത് ഏതാ? അത് ടോണോപ്ലാസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മ സ്ഥലങ്ങൾ ഇവയൊക്കെ ചെറു സഞ്ചികളാക്കി മാറ്റുന്ന ആളാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഗോൾജി കോംപ്ലക്സ്. ഈ സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? സസ്യങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു
ആന്തോസയാനിൻ അല്ലെ. പൂക്കൾക്ക് ചുവപ്പ് നിറം അഥവാ പർപ്പിൾ ആന്തോസയാൻ. പൂക്കൾക്ക് മഞ്ഞ നിറമാകുമ്പോൾ ഏതാ സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. ഈ ഓറഞ്ച് കലർന്ന ഒരു മഞ്ഞയുണ്ടല്ലോ അത് കരോട്ടിനാണ്. പൂക്കൾക്ക് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറം നൽകുന്നത് ആരുടെ? കരോട്ടിനാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ? ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എറിത്രോസിൻ. എറിത്രോസിൻ. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ടാർട്രസിനാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നത് ആരാണ്? ടാർട്രസിനാണ്. ഇനി ഭക്ഷ്യവസ്തുക്കൾക്ക് രുചി കിട്ടാൻ ഉപയോഗിക്കുന്നത് വാനിലിനാണ്. രുചി കിട്ടാൻ ഉപയോഗിക്കുന്നത് ഏതാ? വാനിലിൻ. ഇനി ഭക്ഷ്യവസ്തുക്കളിലെ പുളിരുചി കിട്ടാൻ ഫോസ്ഫോറിക് ആസിഡ് ആണ്. പുളിരുചി കിട്ടാൻ ഏതാ? ഫോസ്ഫോറിക് ആസിഡ്. അതുപോലെ ഭക്ഷ്യവസ്തുക്കളിൽ സുഗന്ധം ലഭിക്കാൻ അലൈൻ ഹെക്സനോയേറ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സുഗന്ധം കിട്ടാൻ പൈനാപ്പിളിന്റെ സുഗന്ധമൊക്കെ കിട്ടാൻ അലൈൻ ഹെക്സനോയേറ്റ്. ഒന്നും കൂടെ പറയട്ടെ. ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം ലഭിക്കാൻ എറിത്രോസിൻ, മഞ്ഞ നിറം ലഭിക്കാൻ ടാർട്രസിൻ, രുചി കിട്ടാൻ വാനിലിൻ, പുളിരുചി കിട്ടാൻ ഫോസ്ഫോറിക് ആസിഡ്, അതുപോലെ ഇത് ചോദിക്കാം ഏതാ? സുഗന്ധം കിട്ടാൻ അലൈൻ ഹെക്സനോയേറ്റ് ആണ് ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നോ നോക്കാം. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ഇരുമ്പിന്റെ അനീമിയ അല്ലെ. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയ. അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ. തൈറോക്സിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാൽ ഗോയിറ്റർ. അയഡിന്റെതും തൈറോക്സിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാലും അനീമിയ എഴുതിയാൽ മതി കേട്ടോ. ഇരുമ്പിന്റെയോ ഹീമോഗ്ലോബിനോ ചോദിച്ചാലും അനീമിയ എഴുതിയത്. മെലാനിൻ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിലെ മെലാനിൻ, ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നില്ലേ, അതിന് വിളിക്കുന്ന പേരാണ് ആൽബിനിസം. ആൽബിനിസം എന്ന രോഗം അഥവാ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് മെലാനിന്റെ കുറവ് മൂലം. അതുപോലെ നമുക്ക് ഈ ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോണം. ഡയബറ്റിസ് മെലിറ്റസും ഉണ്ട്, ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഉണ്ട്. എന്താണ്? ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ ആകുമ്പോൾ ഡയബറ്റിസ് മെലിറ്റസ്. ഇനി വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കേട്ടോ. വാസോപ്രസിന്റെ കുറവ് മൂലം ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അത് രണ്ടും തെറ്റിപ്പോരുത്. അപ്പൊ ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഡയബറ്റിസ് മെലിറ്റസ്, വാസോപ്രസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? കോഷിയോർക്കർ, മരാസ്മസ്, അതൊക്കെ പറയാം അല്ലെ. കോഷിയോർക്കർ, മരാസ്മസ് ഒക്കെ പറയാം. ഇനി വാമനത്വം ഒക്കെ ഉണ്ടാവില്ലേ? സൊമാറ്റോട്രോപ്പിന്റെ കുറവ് മൂലമാണ് വാമനത്വം ഉണ്ടാവുന്നത്. വിറ്റാമിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. വിറ്റാമിൻ പറയട്ടെ. ജീവകം B1ന്റെ ജീവകം A1 ആകുമ്പോൾ നിശാന്തത അഥവാ മാലക്കണ്ണ്. ജീവകം A1 ഏതാണ്? വിറ്റാമിൻ A1 നിശാന്തത അഥവാ മാലക്കണ്ണ്. ജീവകം A2 പറഞ്ഞേ. വിറ്റാമിൻ A2 ആകുമ്പോൾ സീറോഫ്താൽമിയ. അപ്പൊ A1 ആകുമ്പോൾ മാലക്കണ്ണ് അഥവാ നിശാന്തത, A2 ആകുമ്പോൾ സീറോഫ്താൽമിയ. അടുത്ത B1 ബെറിബറി. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ബെറിബറി. B3 പെല്ലഗ്ര. B3 രോഗം ഏതാണ്? പെല്ലഗ്ര. B9 ഉണ്ട്, മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. B9 ഏതാണ്? മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. B6 പറയാൻ പറ്റുമോ അല്ലേ? മൈക്രോസെറ്റിക് അനീമിയ. അപ്പം ഒന്നും കൂടെ ഓർഡർ B പറയട്ടെ. B1 ബെറിബറി. B1 ബെറിബറി. B3 ആണ് പെല്ലഗ്ര എന്ന് വിളിക്കേണ്ടത്. B9 മൈക്രോസെറ്റിക് അനീമിയ. B1 ബെറിബറി, B3 പെല്ലഗ്ര, B6 മൈക്രോസെറ്റിക് അനീമിയ, B9 മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഒരെണ്ണം കൂടെ ഉണ്ട്, B12 പെർണീഷ്യസ് അനീമിയ. പല പരീക്ഷയ്ക്കും തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. B1 ബെറിബറി, B3 പെല്ലഗ്ര, B6 ഏതാ? മൈക്രോസെറ്റിക് അനീമിയ. ഈ 3 അനീമിയ ഒന്നും കൂടെ നോക്കണേ. B6 മൈക്രോസെറ്റിക് അനീമിയ, B9 മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർണീഷ്യസ് അനീമിയ. ഒന്ന് പഠിച്ചിട്ട് പോണേ, ഉറപ്പായിട്ട് കയറി വരാൻ സാധ്യത. ഇനി ജീവകം C അറിയാം, സ്കർവി അല്ലേ. മോണയിൽ രക്തസ്രാവം ഒക്കെ ഉണ്ടാകുന്നത് ഏതെന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. ജീവകം D കണ അഥവാ റിക്കറ്റ്സ്. അസ്ഥികൾ വളഞ്ഞു പൊളഞ്ഞ് കാണുന്നതൊക്കെ രോഗം ഏതെന്ന് ചോദിച്ചാൽ കണ അഥവാ റിക്കറ്റ്സ് ആണ്. വിറ്റാമിൻ D ചോദിക്കുന്നത്. വിറ്റാമിൻ E ഏതാ? വന്ധ്യത. വിറ്റാമിൻ E വന്ധ്യത. വിറ്റാമിൻ K ഏതാ? ഹീമോഫീലിയ. വിറ്റാമിൻ K ഏതെന്ന് ചോദിച്ചാൽ ഹീമോ. ഇത്രയാണ് വിറ്റാമിൻ്റെത്. ഒന്നും കൂടെ പറയാന്നേ. A1 നിശാന്തത അഥവാ മാലക്കണ്ണ്, A2 സീറോതാൽമിയ, B1
ബെറിബറി, B3 പെല്ലഗ്ര, B6 മൈക്രോസെറ്റിക് അനീമിയ, B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർണീഷ്യസ് അനീമിയ, വിറ്റാമിൻ സി ഏതാ സ്കർവി, വിറ്റാമിൻ ഡി ഖണ, വിറ്റാമിൻ ഇ വന്ധ്യത, വിറ്റാമിൻ കെ ഹീമോഫീലിയ. വിറ്റാമിൻ കെ ഏതാണ്? ഹീമോഫീലിയാണ് വിറ്റാമിൻ കെ യുടേത്. ഓക്കെ, നമുക്ക് എത്ര പേശികളുണ്ട്? നമുക്ക് പേശികളുടെ എണ്ണം 639 പേശികളുടെ എണ്ണം. പക്ഷെ അസ്ഥികൾ എത്ര? 206 അസ്ഥികളുള്ളൂ അല്ലേ? ജനിക്കുന്ന സമയത്ത് എത്ര അസ്ഥികളുണ്ട്? അങ്ങനെ എടുത്തു ചോദിക്കല്ലേ, 300 അസ്ഥികളാണ് അല്ലേ? നമുക്ക് എത്ര ക്രോമസോമുകൾ ഉണ്ടല്ലേ? മനുഷ്യന്റെ ക്രോമസോമുകളുടെ എണ്ണം 46. ക്രോമസോമുകളുടെ എണ്ണം 46. എത്ര നാഡികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 43 നാഡികൾ, 43 ജോഡി നാഡികൾ എന്ന് പറയണം കേട്ടോ. 43 ജോഡി നാഡി, അതായത് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേരും ാണ് നമുക്ക് എത്ര നാഡികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 43 നാഡികളാണ്. ഓക്കെ, ഓർത്തോക്കെ. ഇനി നമ്മുടെ ശരീരത്തിലെ സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ എത്ര പറയുന്നത്? സാധാരണ താപനില ഡിഗ്രി സെൽഷ്യസ് ചോദിച്ചാൽ 37 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ മതി. 37 ഡിഗ്രി സെൽഷ്യസ്. അത് ഫാരൻഹീറ്റിൽ പറഞ്ഞ് 98.6 ഫാരൻഹീറ്റ് ആണ് കേട്ടോ. അപ്പൊ സാധാരണ താപനില ഫാരൻഹീറ്റിൽ എത്രയാണ്? 98.6 ആണ് അല്ലെ? മസ്തിഷ്ക ഏറ്റവും വലിയ ഭാരം ആർക്കാണ്? കരളിനാണ് ഏറ്റവും വലിയ ഭാരം. എത്ര? 1500 ഗ്രാം. കരളിന്റെ എത്രയാണ്? 1500. പിന്നെ തൊട്ട് താഴെ ആരുണ്ട്? മസ്തിഷ്കം. മസ്തിഷ്കത്തിന്റെ ഭാരം 1400 ഗ്രാം ആണ്. അപ്പൊ കരളിന് 1500 ഗ്രാം, മസ്തിഷ്കത്തിന് 1400 ഗ്രാം. അതുപോലെ ഒരു വൃക്കയുടെ ഭാരം എത്രയാണെന്ന് അറിയാമോ? 150 ഗ്രാം. ഒരെണ്ണം 150 ഗ്രാം ആണ് ഒരു വൃക്ക. ഹൃദയത്തിന് എത്രയാണെന്ന് അറിയാമോ? ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 വരെ വരാം. ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300. സുഷുമ്നയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 45 സെന്റിമീറ്റർ. സുഷുമ്നയുടെ നീളം എത്രയാണ്? 45 സെന്റിമീറ്റർ. ചെറുകുടലിന്റെ നീളം എത്ര? 6 മീറ്റർ വരെ വരാം. 5 മുതൽ 6 മീറ്റർ വരെയാണ് ചെറുകുടലിന്റെ നീളം. വൻകുടലിന്റെ നീളം 1.5 മീറ്റർ മതി. അപ്പൊ ചെറുകുടലിന്റെ നീളം 6 മീറ്ററും വൻകുടലിന്റെ നീളം എത്രയാണ്? 1.5 മീറ്റർ ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്ര? ഒരു മിനിറ്റിൽ എത്ര? 72 തവണ ഹൃദയസ്പന്ദനം. ശ്വസന നിരക്ക് എത്ര? നമ്മുടെ ശ്വസന നിരക്ക് 16 മുതൽ 20 വരെ. ഒരു മിനിറ്റിൽ എത്രയാണ്? 16 മുതൽ 20 വരെ. നമ്മുടെ ഗ്ലൂക്കോസ് എത്ര? നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 70 to 110. ഗ്ലൂക്കോസിന്റെ അളവ് എത്രയാണ്? 70 to 110 ആണ് ഗ്ലൂക്കോസിൻ്റെത്. രക്തസമ്മർദ്ദം 120/80 ആണ് രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത് അല്ലേ? 120/80 ആണ്. നമ്മുടെ ഒരു ഗർഭകാലഘട്ടം ഏതാ? മനുഷ്യന്റെ ഗർഭകാലഘട്ടം 270 ദിവസം മുതൽ 280 ദിവസം വരെ. അതൊക്കെ 8ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നതാണ്. 270 മുതൽ 280 വരെ അല്ലേ? നമ്മുടെ സ്ഥിരദന്തങ്ങൾ 32 അല്ലേ? നമുക്ക് 32 ആണ് ദന്തങ്ങൾ. അതിൽ പാൽപ്പല്ലുകൾ എത്രയാണ്? നമുക്ക് പാൽപ്പല്ലുകൾ 20 ആണ് അല്ലേ? പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, മാമോഗ്രാഫി ടെസ്റ്റ് ഏത് രോഗനിർണയമെന്ന്. മാമോഗ്രാഫി ടെസ്റ്റ് ഏത് രോഗനിർണയമാണ്? സ്തനാർബുദം അല്ലെ? സ്തനാർബുദം. പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ. അപ്പൊ പാപ്സ്മിയർ ടെസ്റ്റ് ഏതാണ്? ഗർഭാശയ ക്യാൻസർ. ഈ നിശാന്തത റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. നിശാന്തത പരിഹരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? റോസ് ബംഗാൾ നിർണ്ണയിക്കുന്നത് കേട്ടോ. ഇഷിഹാര ടെസ്റ്റ് മറന്നു പോരുതേ, വർണ്ണാന്തതയുടെ. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തതയുടെ ആണെങ്കിൽ ഇഷിഹാര ടെസ്റ്റ് ഏതാണ്? വർണ്ണാന്തതയുടെ. അതുപോലെ നല്ലൊരു പോയിന്റ് പറയട്ടെ, ഷിക്ക് ടെസ്റ്റ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് ആണ് വൈഡൽ ടെസ്റ്റ്. മാൻഡോക്സ് ടെസ്റ്റ് ക്ഷയം. മാൻഡോസ് ടെസ്റ്റ് ഏതാണ്? ക്ഷയം. ലെപ്രാമിൻ, ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഒക്കെ കുഷ്ഠമാണ്. ലെപ്രാമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഒക്കെ ഏതാണ്? കുഷ്ഠം. ഷിക്ക് ഉറപ്പ്. ഷിക്കും വൈഡലും തിരിഞ്ഞു പോരുത്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് ആണ്. അത് തെറ്റിപ്പോരുതേ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തതയാണെങ്കിൽ ഇഷിഹാര ടെസ്റ്റ് ഏതാണ്? വർണ്ണാന്തതയാണ് ഇഷിഹാര ടെസ്റ്റ്. അത് ആവർത്തിക്കുന്ന ഒരു. മാൻഡോസ് ടെസ്റ്റ് ക്ഷയമാണെങ്കിൽ ലെപ്രാമിനും ഹിസ്റ്റാമിനും ടെസ്റ്റ് ഏതാണ്? അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കുഷ്ഠമാണ്. ആ ഒരു ടെസ്റ്റുകൾ തന്നെ. സ്തനാർബുദം മറന്നു വരുന്നത് മാമോഗ്രാഫിയും ഗർഭാശയ ക്യാൻസർ ആണ് പാപ്സ്മിയർ ടെസ്റ്റ് പറയേണ്ടത്. ഓക്കെ, ഒത്തിരി ബോറടിച്ച ഒത്തിരി നേരം ആയെന്ന് തോന്നുന്നു അല്ലേ? ഈ പർവ്വതാരോഹകർ മുകളിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാവുന്ന കാരണം അവിടെ അന്തരീക്ഷമർദ്ദം കുറവാണ് കേട്ടോ. അന്തരീക്ഷമർദ്ദം കുറവായതിനാലാണ് മൂക്കിൽ നിന്നും രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിന് കാരണം ഏതെന്ന് ചോദിച്ചാൽ അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ.
ഭൈരവിക്കോലവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കലാരൂപമാണ് പടയണി. പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലും ആലപ്പുഴയിലെ നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് പടയണി കേട്ടോ. നീലംപേരൂർ പടയണി എവിടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീലംപേരൂർ പടയണി എന്ന് ചോദിച്ചാൽ ആലപ്പുഴ പറയണം. പക്ഷെ ബാക്കി പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ എവിടെയാണ്? കടമനിട്ട, ഓതറ സ്ഥലങ്ങളിലാണ് പടയണി. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം തപ്പാണ് കേട്ടോ. തപ്പാണ് പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം. മിഴാവാണ് കൂടിയാട്ടത്തിനും കൂത്തിനും ഉപയോഗിക്കുന്നത് അല്ലേ. കൂടിയാട്ടത്തിനും കൂത്തിനും ഉപയോഗിക്കുന്നത് മിഴാവ്. നമ്മുടെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടവും മുടിയേറ്റും ഉണ്ട്. കൂടിയാട്ടവും മുടിയേറ്റുമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് വിളിക്കും കേട്ടോ. അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഭരതനാട്യമാണ് കേട്ടോ. തമിഴ്നാടിന്റെയും ഇന്ത്യയുടെയും ഔദ്യോഗിക നൃത്തം ഏതാണ്? ഭരതനാട്യമാണ്. അതുപോലെ ചലിക്കുന്ന കാവ്യം എന്ന് വിളിക്കുന്നത് ഭരതനാട്യത്തെ. ചലിക്കുന്ന കാവ്യം, ചലിക്കുന്ന ശില്പം എന്ന് വിളിക്കുന്നത് ഒഡീസിയാണ്. ചലിക്കുന്ന കാവ്യം എന്ന് വിളിക്കുന്നത് ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പം ഏതാണ്? ഒഡീസിയാണ് കേട്ടോ. കുച്ചിപ്പുടി എവിടത്തെയാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. യക്ഷഗാനമോ? യക്ഷഗാനം കർണാടകയിലെ. ഗർഭ എന്ന നൃത്തരൂപം എവിടെയാണെന്നറിയാമോ? ഗർഭ ഗുജറാത്ത്. ഗുജറാത്തിലാണ് ഗർഭ. അതുപോലെ ആസാമിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ കേട്ടോ. സാത്രിയ, ബിഹു, അനഗിയ നട്, ഇതൊക്കെ ആസാം പറയാം. സാത്രിയ നൃത്തം, ബിഹു എന്ന ആഘോഷം, അനഗിയ നട്, ഇതൊക്കെ ആസാമിലാണ്. തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. തമാശ എന്ന നൃത്തരൂപം എവിടെയാണ്? മഹാരാഷ്ട്ര. കുക്കീസ് കലാപം എവിടെയാണ് നടന്നത്? കുക്കീസ് മണിപ്പൂര്. മണിപ്പൂരിലല്ലേ ഇവിടെ ലോക്താക് തടാകമുള്ളത്? ലോക്താക് തടാകം, ഇതിനകത്തല്ലേ ഈ ഒഴുകുന്ന ദേശീയ പാർക്ക് ഉള്ളത്? ലോക്താക് തടാകത്തിനകത്താണ് ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ കേട്ടോ. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട തടാകമാണ് ലോക്താക് തടാകം എന്ന് പറയുന്നത്. ലോക്താക് തടാകം എവിടെയാണ്? മണിപ്പൂര്. കുക്കീസ് കലാപം നടന്നത് മണിപ്പൂര്. ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ചത് മണിപ്പൂരിനെയാണ്. ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂര്. ഇന്ത്യയുടെ കോഹിന്നൂർ ഏതാ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? അത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ ആത്മാവ് എന്ന പരസ്യവാചകം ഒഡീഷയ്ക്കാണ്. ഇന്ത്യയുടെ ആത്മാവ് ഒഡീഷ, ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്, ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ രത്നം ഏതാണ്? മണിപ്പൂര. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഏറ്റവും ചെറുത് ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറുതായതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി ഏതാ? നമ്മുടെ കേരള ഹൈക്കോടതിയാ അല്ലെ. എന്നാ കേരള ഹൈക്കോടതി വന്നത്? 1956 നവംബർ 1 കേരള ഹൈക്കോടതി വന്നത്. 56 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തിട്ടുള്ള വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? അത് മംഗളവനം പക്ഷി സങ്കേത കേന്ദ്രമാണ് അല്ലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതും ഒരു നഗര ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതെന്നൊക്കെ ചോദിച്ചാലും, ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഏതെന്നൊക്കെ ചോദിച്ചാലും മംഗളവനമാണ് നമ്മൾ പറയേണ്ടത്. കുമരകം ഏത് ജില്ലയിലാണ്? കുമരകം കോട്ടയം ജില്ലയിലാണ് അല്ലെ. വേമ്പനാട്ട് കായലിലല്ലേ കുമരകം കിടക്കുന്നത്? തണ്ണീർ മുക്കമ്പണ്ട് വേമ്പനാട്ട് കായലിലല്ലേ? തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലല്ലേ? ആണ്. തണ്ണീർ മുക്കമ്പണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിലാണ്. കുമരകം കോട്ടയത്താണ്. കുമരകം. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്? വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ, എറണാകുളം. കോട്ടയം, ആലപ്പുഴ, എറണാകുളമാണ് വേമ്പനാട്ട് കായൽ. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം പടയണിയാണ് കടമനിട്ട, ഓതറ എന്നീ പ്രദേശങ്ങളിലുള്ളത് പടയണിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് താഴെ പറയുന്നതിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏതെന്ന്? ശ്രേഷ്ഠ ഭാഷാ പദവി ഇപ്പം 11 ഭാഷകൾക്ക് ലഭിച്ചായിരുന്നു അല്ലെ. അതിൽ പ്രാകൃതിന് കിട്ടി, പാലിക്ക് കിട്ടി. ബ്രഹ്മി ഒരു ഭാഷയാണോ? ലിപി അല്ലയോടെ. സംസ്കൃതത്തിന് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ആസാമീസ്, മറാത്തീസ് ഇതിനൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 11 ഭാഷകൾ പഠിച്ചുകൊണ്ട് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടിയായിരുന്നു. 5ാം സ്ഥാനമായിരുന്നു അല്ലെ. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷ ഒഡിയയ്ക്ക് കിട്ടി. കന്നഡ, തെലുങ്ക്, തമിഴ്. ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത് ആർക്കാണ്? തമിഴിനാണ്. തമിഴ്. അങ്ങനെ മൊത്തം എത്ര ഭാഷയ്ക്ക് പോകുന്നുണ്ട് ക്ലാസിക്കൽ ഭാഷാ പദവി? 11 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത് 11 ഭാഷകൾക്ക്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിന് അർഹമായ സഞ്ജന താക്കൂർ എന്ന എഴുത്തുകാരിയുടെ പ്രധാന കൃതി, അവാർഡ് കിട്ടിയ കൃതി ഐശ്വര്യ റായി എന്ന് പറയുന്ന കൃതിക്കായിരുന്നു കേട്ടോ. അപ്പൊ 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ആർക്കായിരുന്നത്? സഞ്ജന
സഞ്ജന താക്കൂറിനാണ്. അവരുടെ കൃതിയുടെ പേരെന്താ? ഐശ്വര്യ റായ്. ദ വൈറ്റ് ടൈഗർ കേട്ടിട്ടുണ്ടോ? വൈറ്റ് ടൈഗർ നമ്മുടെ ബുക്കർ സമ്മാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന അരവിന്ദ അടിഗയുടെ കൃതിയാണ് ദ വൈറ്റ് ടൈഗർ. മിഡ് നൈറ്റ് ചിൽഡ്രൻ ഏതാ? ബുക്കർ സമ്മാനം കിട്ടിയ സൽമാൻ റുഷിദിയുടെ കൃതിയാണ് കേട്ടോ. ബുക്കറുകളുടെ ബുക്കർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കൃതിയാണ്. മിഡ് നൈറ്റ് ചിൽഡ്രൻ ആരുടെ കൃതിയാണ്? സൽമാൻ റുഷിദിയുടെ കൃതിയാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. കൈറോസ് നമുക്കറിയാം, പ്രാവശ്യത്തെ മാൻ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് കൈറോസ് ആണ്. ഓർക്കുക. അപ്പം ബുക്കർ സമ്മാനം ആദ്യമായി ലഭിച്ചത് മലയാളിക്കാണ്. അറിയാമോ? അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിനാണ് ബുക്കർ സമ്മാനം ആദ്യമായി 1997 കൊണ്ടുവരുന്നത്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. പിന്നെ കൊണ്ടുവരുന്നത് കിരൺ ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന് പറയുന്ന കൃതിക്ക് ബുക്കർ സമ്മാനം കിട്ടി. പിന്നെ വൈറ്റ് ടൈഗർ അരവിന്ദ അടിഗ. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ഈ വർഷം കിട്ടിയത് ഇന്ത്യക്കാരി സഞ്ജന താക്കൂറിന്റെ ഏതായിരുന്നു കൃതി? ഐശ്വര്യ റായ് എന്ന് പറയുന്നത് അല്ലെ. കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടൻ ആണ് കേട്ടോ. കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം എവിടെ? ലണ്ടൻ. എന്നാ കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത്? കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത് 30-ലും ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയത് 51-ലുമാണ് കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത് എന്നാണ്? 30-ലാണ് കേട്ടോ. 30-ലാണ്. കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഏഷ്യൻ ഗെയിംസ് തുടങ്ങുന്നത് 51-ൽ നമ്മുടെ എവിടെ? ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് തുടങ്ങുന്നത്. ഓർത്തു വെച്ചിരിക്കുക. ആ ഗെയിംസുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർത്തിട്ടൊക്കെ പോണേ പരീക്ഷയ്ക്ക്. 2027 സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഹാൻ കാങ് ഏത് രാജ്യക്കാരി എന്നായിരുന്നു ചോദിച്ചത്? ദക്ഷിണ കൊറിയയാണ് അല്ലെ. സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ജപ്പാന്റെ സംഘടനയ്ക്ക്. സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഹാൻ കാങ്. അപ്പൊ നോബൽ സമ്മാനങ്ങൾ ഫുൾ ഒന്ന് പഠിച്ചിട്ട് വേണം. വൈദ്യശാസ്ത്രം എത്ര പേര്, ഏത് വിഷയം, ഫിസിക്സ് എത്ര പേര് എണ്ണം പഠിക്കണം, ഏത് രാജ്യം എന്ന് പഠിക്കണം. അവർക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ആണെങ്കിൽ അതും നോക്കിയിട്ട് പോവാം. അതെല്ലാം ഇമ്പോർട്ടന്റ് എന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒത്തിരി നേരെ എടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. അത്രയും എടുത്തത്. എന്നാലും പല ഭാഗങ്ങളും റിവിഷൻ ചെയ്യും. ഇനിയും ഇഷ്ടംപോലെ റിവിഷൻ ചെയ്യാൻ കിടപ്പുണ്ട്. ഏതൊക്കെയാണെന്ന് പോലും ഒരു ഓർമ്മയില്ല. എന്നാലും ഇനി പോകുന്നതിന് മുമ്പ് ഒരു ദിവസവും കൂടെ വരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഇടയ്ക്കെങ്ങാനും ചെറുതായിട്ട് സ്പീഡിൽ പറഞ്ഞത് തെറ്റുകൊണ്ടെങ്കിൽ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. അത് വേണമെങ്കിൽ അടുത്ത ക്ലാസ് ഞാൻ തിരുത്തി തരാം. അങ്ങനെ വരാൻ സാധ്യതയില്ല. 1-2 ഇപ്പൊ 100 പറയുന്നത് 1-2 ചിലപ്പം വരാം. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. കാരണം കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു റിവിഷനുമായിട്ട് വീണ്ടും വരാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ശനിയാഴ്ചയില്ലേ, അതിനു മുമ്പ് പ്രധാനപ്പെട്ട നോട്ട്, അതിനു മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പഠിക്കും. 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് ഒക്കെ ഒന്ന് റിവിഷനുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഭരണഘടന ഒത്തിരി പറയാനുണ്ടായിരുന്നു, അതൊന്നും ഇതിൽ കയറി വന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലോണം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നല്ലോണം പോരുന്ന് പഠിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും. ഓക്കെ, നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങളുടെ ചെറിയൊരു കമന്റ് ഇടലൊക്കെയാണ് അമ്മക്കും ഒരു സന്തോഷം. താഴെ വായിക്കുമ്പോഴേ അവര് അമ്മക്ക് വേണ്ടി നമ്മൾക്ക് ഒരു സന്തോഷത്തോടെ ഒരു മോട്ടിവേഷൻ, നമുക്കൊരു മോട്ടിവേഷൻ. കാരണം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു. അതുപോലെ നിങ്ങൾക്കും ഞാൻ തരുന്നത് എന്നാൽ കഴിയുന്നത്. ഓക്കെ, നല്ലൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.